യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ആദ്യമായി വായിക്കാൻ പോകുകയാണ്. 4-ാം അധ്യായം 4-ാം വാക്യം, അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഒരിക്കൽ കൂടി ആ വാക്യം ഒന്ന് വായിച്ച്. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വിശുദ്ധ തിരുവെഴുത്ത് കൊണ്ടുവന്ന എല്ലാ ദൈവമക്കളും തുറന്നാട്ട്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായം 5-ാം വാക്യം, ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിക്കാമോ? ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഈ 2 വാക്യത്തിലും ശമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യം യേശു പോയി, രണ്ടാമത് ഒരു സുവിശേഷകനായ ഫിലിപ്പോസ് പോയി. ഈ 2 വാക്യങ്ങളിലും 2 പ്രത്യേക ദൈവിക വിടുതലുകൾ അവിടെ നടക്കുന്നതായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. ആദ്യമായി വായിച്ച വാക്യത്തിൻ്റെ അകത്തൊരു പ്രത്യേകതയുണ്ട്. 4-ാം വാക്യം, 4-ാം അധ്യായം 4-ാം വാക്യം, അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു പ്രത്യേകതയാണ് വാക്യം. അവൻ ശമരിയിൽ പോയി എന്നല്ല വായിക്കുന്നത്, അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഒന്നുകൂടെ ആ വാക്യം ഒന്ന് പറഞ്ഞ്. അവൻ ശമരിയിൽ കൂടി പോകേണ്ടി വന്നു. യേശു കർത്താവ് ശമരിയയിൽ ചെന്ന് ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നതും അവളുടെ വിടുതലും അവൾ മശിഹായെ കണ്ടു എന്ന് പറഞ്ഞ് സാക്ഷിക്കുന്നതൊക്കെയാണ് 4-ാം അധ്യായത്തിലെ രംഗസംവിധാനം. എന്നാൽ കടന്നു പോകേണ്ടി വന്നു എന്നുള്ള പദപ്രയോഗത്തിൻ്റെ അർത്ഥമെന്തെന്ന് ചോദിച്ചാൽ, ശുദ്ധരക്തമുള്ള യഹൂദൻ ഒരിക്കലും ശമരിയ ജാതിയുമായി കണക്റ്റ് ചെയ്യുകയില്ല, ഒരിക്കലും സമ്പർക്കം പുലർത്തുകയില്ല. അതാണ് യഹൂദനും ശമരിയരും തമ്മിലുള്ള ബുദ്ധിമുട്ടുകൾ. ഈ ബുദ്ധിമുട്ട് നിലവിൽ ഇരിക്കെയാണ് യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. അതിൻ്റെ അർത്ഥം ജാതി നോക്കാത്ത, നിറം നോക്കാത്ത, ഒന്നും ബാക്ക്ഗ്രൗണ്ട് നോക്കാത്ത ഉലകത്തിലെ ഒരു നാമം ഉണ്ടെങ്കിൽ അത് കരമുയർത്തി യേശു എന്നൊന്ന് ഉറക്കെ പറയാമോ? അവൻ ബാക്ക്ഗ്രൗണ്ടോ നിറമോ ഗുണമോ ഒക്കെ നോക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഈ നാമത്തെ ഉയർത്താൻ കഴിയില്ലായിരുന്നു. മനുഷ്യരെപ്പോഴും നോക്കുന്നത് ജാതിപരമായും നിറം പരമായും ബാക്ക്ഗ്രൗണ്ട് പരമായും ഒക്കെയാണ് മനുഷ്യൻ നോക്കുന്നത്. മനുഷ്യൻ അവർക്ക് കാണുന്ന കാഴ്ചയിലുള്ള പുറമേയുള്ള ഔട്ട്വേർഡ് അപ്പിയറൻസ്, അതാണ് അവർക്ക് ഏറ്റവും വലുത്. പക്ഷേ ഹൃദയം നോക്കുന്ന നസറായനായ യേശു. ഈ നാടിനോട് ഇന്ന് രാത്രി പറയാനുള്ള ഒരേ ഒരു സന്ദേശം, നിങ്ങളുടെ പുറമേ ഉള്ളതൊന്നും അവൻ അറിയണ്ട, നിങ്ങളുടെ ഹൃദയം കണ്ട് സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവൻ്റെ പേരാ നസറായനായ യേശു. ഞാൻ ചില ദീർഘവർഷങ്ങളായി ഒറീസയിൽ കാലഹണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്. ഭാരതത്തിലെ പല ട്രൈബൽ ലാംഗ്വേജുകളിൽ കർത്താവിൻ്റെ വേല ചെയ്യാനുള്ളൊരു ഭാഗ്യം കർത്താവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിലെ പാസ്റ്റർജി അവിടെ ഇരുന്നപ്പോൾ ഞാൻ പിടിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരുത്തി. പാസ്റ്ററുടെ പേര് അമൽ അല്ലേ? അമൽ കൊണ്ടുവന്നിരുത്തി. കാര്യം എനിക്കൊരു ഭാഗ്യമാണ് അവിടെ താമസിച്ച് വേല ചെയ്യുന്നൊരു മിഷണറിയെ കാണാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാനും പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മഹാഭാഗ്യമാണ്. കാരണം സുവാർത്താ ദൂതികളുടെ കാൽ പർവ്വതങ്ങളിൽ എത്ര മനോഹരം എന്നാണ് വിശുദ്ധ തിരുവെഴുത്തിൽ പറയുന്നത്. അതും ഒത്തിരി ബുദ്ധിമുട്ടുകളുള്ള ആൻറ്റി കൺവേർഷൻ ബില്ലുകളുള്ള പല സ്റ്റേറ്റുകളിൽ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സ്റ്റേറ്റാണ് ഛത്തീസ്ഗഡ് എന്ന് പറയുന്നത്. ആൻറ്റി കൺവേർഷൻ ബില്ലെന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയ്ക്കകത്തുള്ളതല്ല. ഭരണഘടന ഏറ്റവും നല്ലതാണ്. ഇന്ത്യയിലെ ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് ആരാധനയിൽ പങ്കെടുക്കാനും ഉറപ്പായും നമുക്ക് അനുമതി നൽകുന്ന നല്ലൊരു ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. പക്ഷേ നിർബന്ധമായിട്ടും നമ്മുടെ അച്ചാച്ചന്മാർ
അങ്ങനൊരു ബില്ല് പാസ്സാക്കിയിട്ട് ഇവിടെ മതപരിവർത്തനം വേണ്ട എന്നുള്ള നിർബന്ധം, അത് ഒരേ ഒരു സഭാവിഭാഗത്തെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബില്ലാണ്. ആ ബില്ലോട് ബന്ധപ്പെട്ട് അറസ്റ്റ് വരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജാമ്യം നിഷേധിക്കപ്പെടുകയാണ്. 10-25 ലക്ഷം രൂപയൊക്കെയാണ് പെനാൽറ്റി ആയിട്ട് ഓരോ ദൈവദാസന്മാരുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഗ്രാമങ്ങളിൽ വേല ചെയ്യുന്ന പാവപ്പെട്ട ദൈവദാസന്മാർ എവിടെ പോയി ഈ പണമെല്ലാം സ്വരൂപിക്കുമെന്ന് നിങ്ങൾ അറിയുക. ഇന്ന് രാത്രി ഞാൻ ഈ സ്ഥലത്തെ ചർച്ചിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് പറയുമ്പോൾ ആയിരക്കണക്കിന് മിഷണറിമാർ ഇന്ത്യയുടെ ജയിലിലുണ്ട് സഹോദരങ്ങളെ. പറയാതിരിക്കാൻ തരമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യൻ ജയിലുകളിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങും. പണ്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസിനെ വിടുവിക്കാൻ ഇറങ്ങിയ ദൂതൻ മരിച്ചിട്ടില്ല. ഇന്നും ആ ദൂതനുണ്ട്, ദൈവത്തിൻ്റെ ദൂതൻ. പ്രൈസ് ദി ലോർഡ്. ഒറീസയിൽ ഞങ്ങൾ കുയി ഭാഷക്കാരുടെ നടുവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒറിയ ഭാഷക്കാരും കുയി ഭാഷക്കാരും. കുയി ഭാഷ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ലാംഗ്വേജാണ്. ട്രൈബൽ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നിമാഡി, പൗവരി, ഗാറോ, ഖാസി, ഒത്തിരി 1000-600-ലധികം ലാംഗ്വേജസ് ഉണ്ട് ഇന്ത്യയിൽ അതുപോലെയുള്ളത്. അവർക്ക് പലർക്കും ഹിന്ദി ഭാഷ അറിയില്ലാത്തവരാണ്. അവരുടെ ലോക്കൽ ലാംഗ്വേജുകളിൽ പോയി സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ശ്രമകരമാകുന്ന ഒരു വേലയാണ്. 7-8 വർഷമായി ഒറീസയിൽ കാലഹണ്ടിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഞങ്ങൾ അവിടെ ഒരു നല്ല പബ്ലിക് മീറ്റിംഗ് നടത്തി എല്ലാവർക്കും രാത്രി ഞങ്ങൾ ഭക്ഷണം ക്രമീകരിച്ചു. കാരണം അവിടെയുള്ള ഗ്രാമങ്ങളിലെങ്ങും ഇലക്ട്രിസിറ്റി ഇല്ല, നല്ല വെള്ളം കുടിപ്പാൻ നമുക്കില്ല. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ അകത്ത് താമസിക്കുന്ന ഒരു ജനത അതിൻ്റെ അകത്തുണ്ട്. അവരിൽ മിക്കവരും താമസിക്കുന്നത് കാടുകൾക്കകത്താണ്. കാടുകൾക്കകത്തുള്ള ഗ്രാമങ്ങളിൽ നമുക്ക് 5 മണിക്ക് ശേഷം അവിടെ സ്പെൻഡ് ചെയ്യുക കുറച്ച് ബുദ്ധിമുട്ടാണ്. ജീവനോടെ തിരിച്ചു വരിക അസാധ്യമാണ്. അങ്ങനെയുള്ള കൊടും കാടുകൾക്കകത്തുള്ള കുറേ ഗ്രാമങ്ങൾ, അവിടെ കർത്താവിൻ്റെ വേല ആരംഭിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഇന്ന് ഒരു ഉണർവ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത് പറയാനല്ല വന്നതെങ്കിലും അന്ന് രാത്രി 3 ദിവസവും രാത്രി ഞങ്ങൾ ഭക്ഷണം ക്രമീകരിച്ച സമയത്ത് 100 കണക്കിന് പേരാണ്. ഈ മീറ്റിംഗ് കഴിഞ്ഞു എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിക്കുക. നമ്മുടെ നാട്ടിലെ ചില മീറ്റിങ്സ് എല്ലാം കഴിയുമ്പം ഭക്ഷണം കൊടുത്ത് വിടാറ് പതിവല്ലേ. എന്നതുപോലെ തന്നെ ഒരു മീറ്റിംഗ് അവിടെ ക്രമീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി സീറ്റിങ്സ് എല്ലാം ക്രമീകരിച്ചപ്പോൾ ഒരു ജാതി ആൾക്കാർ അങ്ങ് കൂട്ടത്തോടെ അങ്ങ് മാറിയിട്ട് പറഞ്ഞു, ഞങ്ങൾ അപ്പുറത്തെ ജാതി ആൾക്കാരുടെ കൂടെ ഇരുന്ന് ഞങ്ങൾ എന്ത് ചെയ്യാറില്ല, ഭക്ഷണം കഴിക്കാറില്ല. അപ്പോഴാണ് നമുക്കറിയാവുന്നത് ഇപ്പോഴും ഇവർ മനുഷ്യരായിട്ടില്ല എന്ന്. അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇന്ത്യയിലുണ്ട്. ഇവരെയൊക്കെ മാറ്റിയെടുക്കാൻ സുവിശേഷത്തിനല്ലാതെ വേറെ ആർക്കും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. അവസാനം അവർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ റോട്ടിലിരുന്നോളാം. റോഡെന്ന് പറയുമ്പോൾ നമ്മുടെ പോലെ ടാറിട്ട റബ്ബറൈസ്ഡ് റോഡൊന്നുമല്ല, വെറും മണ്ണ് പാകിയ റോഡാണ്. ഞങ്ങൾ നിലത്തിരുന്നോളാം, എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ മനുഷ്യരുടെ കൂടെ ഇരുന്ന് കഴിക്കുകയില്ല. അവർ നിലത്തിരിക്കുകയാണ്. ഭക്ഷണം നമുക്ക് എങ്ങനെ ഒരാൾ നിലത്തിരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ കഴിയും? ഞങ്ങൾ അവസാനം ഓക്കെ അവർക്കുള്ള ഭക്ഷണമല്ലേ കൊടുക്കാം എന്നോർത്ത് അവരിങ്ങനെ 100 കണക്കിന് പേര് നിരനിരയായിട്ട് ഇങ്ങനെ റോട്ടിലിരിക്കുമ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ചോറ് ഇങ്ങനെ തവി കൊണ്ട് കോരുമ്പോൾ അവർ പറഞ്ഞു, നോ 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 നോ, തവി കൊണ്ട് കോരിത്തന്നാൽ ഞങ്ങൾ കഴിക്കില്ല, കൈ കൊണ്ട് തന്നെ കോരി കൊടുക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള പണ്ടത്തെ ഇന്ത്യയെ. ഫ്രൈസ്തല്ലോ. അപ്പോൾ ഓർക്കുക, വില്യം കേറിയെ പോലെ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ അത്യധ്വാനം ചെയ്ത മൈൽസ് ബ്രോൺസനെ പോലെ, ക്ലാർക്കിനെ പോലെ, കുക്ക് സായിപ്പിനെ പോലെ, ബേക്കർ സായിപ്പിനെ പോലെ, വിനാഗൽ സായിപ്പിനെ പോലെ എത്രയോ മിഷണറിമാർ US-ൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഒക്കെ കടന്നു വന്ന് ഭാരതത്തിൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ അന്തസത്ത, യേശുവിൽ കൂടിയുള്ള മാന്യമായ ജീവിതം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ മനുഷ്യനായി ജീവിക്കണം, ഇതൊക്കെ അവർ പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ എന്തൊരു ഇന്ത്യയായി മാറിയനെ. എന്ന് വെച്ചാൽ വില്യം കേറിയുടെ കാലം പോലെ, പണ്ഡിത രമാഭായിയുടെ കാലം പോലെ അങ്ങനത്തെ ഒരു കാലത്തിലേക്ക് ഇന്ത്യയെ തിരിച്ചു പിടിക്കാനാണോ ചില അച്ചാച്ചന്മാർ ചിന്തിക്കുന്നതെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. കാര്യം ശിശുവിവാഹം നടന്നുകൊണ്ടിരുന്ന ഇന്ത്യയായിരുന്നു നമ്മുടെ രാജ്യം. 5 വയസ്സുള്ള ഭാര്യ, ഒരു പെൺകുട്ടിയെ 5 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഭാര്യയായി നിങ്ങൾക്ക് സങ്കല്പിക്കാമോ? 10 വയസ്സുള്ളൊരു പെൺകുട്ടിയെ ഭാര്യയായി സങ്കല്പിക്കാമോ? 12 വയസ്സ് പോട്ടെ 5 മാസമുള്ള പെൺകുട്ടിയുടെ വിവാഹം നടത്തുന്ന നിർജീവമായ നാശയോഗ്യമായ പൈശാചിക മേഖലയുള്ള ഒരു ഭാരതമായിരുന്നു നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അതിനെതിരെ ശക്തമായി സുവിശേഷത്തിൻ്റെ പടവാൾ എന്ത് ചെയ്യുക?
ഭക്തന്മാരാണ് നമ്മുടെ നടുവിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടത്. മറക്കുവാൻ നമുക്ക് കഴിയുകയില്ല സഹോദരങ്ങളെ. ഇത് ചരിത്രമാണ്, കണ്ണടച്ച് കളയാൻ ഒക്കത്തില്ല. ഇന്നത്തെ അച്ചാച്ചന്മാർ മൈക്ക് വെച്ച് കെട്ടി അങ്ങനെ അല്ലായിരുന്നെന്ന് പറഞ്ഞാലും ചരിത്രമാണ്. ട്രഡീഷൻ വേറെ, ചരിത്രം വേറെ. അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഛത്തീസ്ഗഡിലാകട്ടെ, UP-യിലാകട്ടെ, ഇവിടെ കേരളത്തിലാകട്ടെ, സദേൺ പാർട്ടിലാകട്ടെ, അടിച്ചമർത്താൻ ശ്രമിക്കും തോറും കുതിച്ചുയരുന്നൊരു ശക്തിയുണ്ടെങ്കിൽ അത് സുവിശേഷമല്ലാതെ വേറെ ഒന്നുമല്ല. പാറ പുറത്ത് കൊണ്ടിട്ടാലും ഇത് വളരും സാറേ, നീ വെള്ളമൊഴിച്ച് കൊടുത്തില്ലെങ്കിലും ഇത് വളരും സാറേ, നീ ഇതിന് വളമിട്ട് കൊടുത്തില്ലെങ്കിലും ഇത് വളരും സാറേ. പച്ചപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നൊരു പടുവൃക്ഷമാണെങ്കിൽ വെള്ളമൊഴിക്കണം, വളമിടണം, മണ്ണളക്കണം. പക്ഷെ സുവിശേഷത്തിന് ഇതൊന്നും വേണ്ട. നീറോ എന്ന് പറയുന്ന ചക്രവർത്തി തൻ്റെ പ്രവൃത്തി 16 വർക്ക് താൻ ചെയ്തു നോക്കി ഇതിനെ തുടച്ചു മാറ്റുവാൻ. പക്ഷെ നീറോ ശ്രമിച്ചിട്ടും സുവിശേഷത്തെ തൊടാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്നുകൊണ്ട് കമാൻഡ് ചെയ്യുകയാ, നീ ഉറങ്ങി എഴുന്നേൽക്കുന്നതിന് മുമ്പ് സുവിശേഷം ഇന്ത്യയെ മൂടിയിരിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ദൈവരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം എന്ന് വെച്ചാൽ, പുളിച്ച മാവ് രാവിലെ എഴുന്നേറ്റ് ഭക്ഷണമാക്കി മാറ്റാൻ ശ്രമിക്കുന്നൊരമ്മ പുളിക്കാൻ വേണ്ടി രാത്രി കാര്യങ്ങൾ ക്രമീകരിച്ച അമ്മ കിടന്നുറങ്ങുമ്പോഴും രാത്രി വർക്ക് നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യ ഉറങ്ങുമ്പോഴും ചില വർക്ക് ഇതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഒരു റിവൈവൽ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, ആന്ധ്രയിലുണ്ട്, മധ്യപ്രദേശിലുണ്ട്, ഛത്തീസ്ഗഡിലുണ്ട്, പഞ്ചാബിലുണ്ട്. മറക്കരുത്, ഇത് റിവൈവലിൻ്റെ ടൈമാണ്. പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഞാൻ ഒറീസയിലെ കാര്യം പറഞ്ഞെന്നറിയാമോ? ഇത് തന്നെയാണ് യഹൂദനും ശമര്യനും തമ്മിലുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. യഹൂദൻ എന്ന് പറഞ്ഞാൽ അവൻ ശുദ്ധരക്തമുള്ളവനാണ്. ശുദ്ധരക്തമുള്ള യഹൂദൻ അഹങ്കാരിയാണ്. അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരൊക്കെ അവൻ്റെ താഴെയാണ്. ശരിയാണ്, ബൈബിൾ പോലും പറയുന്നത് യഹൂദൻ കഴിഞ്ഞാൽ പിന്നെ ഭൂമിയിലുള്ള സകലരും ജാതികളാണ്. ജെൻറ്റൈൽസ് ജാതികളാണ്. സത്യമാണത്. ആ യഹൂദൻ്റെ അടുക്കലേക്കാണ് നസറായനായ യേശു വന്നത്. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവൻ വെട്ടിത്തിരിയുകയായിരുന്നു ജാതികളിലേക്ക്. എന്നിട്ട് ബൈബിൾ പറയുന്ന അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. ഈ പുതിയ നിയമത്തിൽ പെന്തക്കോസ്തിനെ കുറിച്ച് ബൈബിൾ പറയുന്ന ചില പ്രത്യേകതയുണ്ട്. 2-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 2:1 പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നെന്നാണ് ബൈബിൾ പറയുന്നത്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന പദം പുതിയ നിയമത്തിൻ്റെ പദമല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്ന പദം പഴയ നിയമത്തിൻ്റെ പദമാണ്. എന്ന് വെച്ചാൽ പെന്തക്കോസ്ത് പഴയ നിയമത്തിൽ ഒരു ഫെസ്റ്റിവലാണ്, ഒരു കൊയ്ത്താണ്, ഒരു പെരുന്നാളാണ് പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെരുന്നാളിൻ്റെ നിയമം പഴയ നിയമത്തിൽ മോശ മുഖാന്തരം വിശുദ്ധ തിരുവെടുത്ത് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? യവമോ ഗോതമ്പോ എന്തുമായിക്കൊള്ളട്ടെ മുറിച്ചെടുത്തു കൊണ്ടുവന്ന് 7 ആഴ്ചവട്ടക്കാലം കഴിഞ്ഞ്, 7 ആഴ്ചവട്ടക്കാലം മീൻസ് 7 7 49, പിറ്റേ ദിവസം +1 = 50, 50-ാം ദിവസം ആലയത്തിൽ കൊണ്ടുവരണം. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 50-ാം ദിവസമെന്നാണ്. ആ 50-ാം ദിവസം കൊയ്തെടുക്കുന്ന ആദ്യത്തെ കറ്റയുമായി ആലയത്തിലേക്ക് വരികയാണ്. പുതിയ നിയമത്തിലും പെന്തക്കോസ്ത് എന്ന് പറയുന്നത് അർത്ഥാൽ ഒരു പെരുന്നാൾ തന്നെയാണ്. പ്രൈസ് ഗോഡ്. ഒരു കൊയ്ത്ത് പെരുന്നാൾ എന്ന് വെച്ചാൽ കൊയ്യുന്നത് യവമോ ഗോതമ്പോ അല്ല, ആത്മാക്കളെയാണ്. കൊയ്യുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ആ പെന്തക്കോസ്തിൽ ദൈവശക്തി ഇറങ്ങിയപ്പോൾ ആദ്യത്തെ മെസ്സേജിൽ ഏകദേശം 3000-ഓളം പേരെ കൊയ്തു. ഏതാണ്ട് 10-12 ഭാഷക്കാരെയാണ് ആദ്യത്തെ പെന്തക്കോസ്ത് കൊയ്യുന്നത്. നിയമങ്ങൾക്കൊരു വ്യത്യാസമുണ്ട്. എന്താണെന്നറിയാമോ? പഴയ നിയമത്തിലെ പെന്തക്കോസ്തും പുതിയ നിയമത്തിലെ പെന്തക്കോസ്തിനും നിയമങ്ങൾക്കൊരു വ്യത്യാസം. ആ നിയമം എന്താണെന്നറിയോ? വളരെ പ്രധാനപ്പെട്ടൊരു നിയമമാണ്. അനാഥനും പരദേശിക്കും വിധവയ്ക്കുമൊക്കെ ആ വരമ്പിൻ്റെ അരികത്തുള്ള യവമോ ഗോതമ്പോ ഒക്കെ വിട്ടേക്കണം. അത് കൊയ്യരുത്. അകത്തുള്ളത് മാത്രമേ കൊയ്ത് ആലയത്തിൽ കൊണ്ടുവരാവൂ. എന്ന് വെച്ചാൽ ആ വരമ്പിന് അടുത്തുള്ളതെല്ലാം പാവങ്ങൾക്ക് വിട്ടേക്കണം.
വിട്ടേക്കണം, അനാഥർക്ക് വിട്ടേക്കണം, പരദേശിക്ക് വിട്ടേക്കണം. അങ്ങനെയാണ് പഴയ നിയമത്തിൻ്റെ പെന്തക്കോസ്തിൻ്റെ നിയമം. പക്ഷേ പുതിയ നിയമത്തിൽ ആ നിയമം അങ്ങ് എടുത്തു മാറ്റി. അനാഥനെന്നില്ല, പാവപ്പെട്ടവനെന്നില്ല, പരദേശിയെന്നില്ല. കാര്യം, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല എന്ന് പറഞ്ഞ യേശുവിൻ്റെയാണ് പുതിയ നിയമം. പ്രൈസ്തല്ലോ. അതുകൊണ്ട് വേറെ കൃത്യം കാണിക്കാൻ പുതിയ നിയമത്തിൽ അനുവാദമില്ല. പാവപ്പെട്ടവർക്ക് വേറെ, പണക്കാർക്ക് വേറെ, അധികം പൈസ തരുന്നവർക്ക് വേണ്ടി അധികം പ്രാർത്ഥന, ഒന്നും തരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥനയേ ഇല്ല. ഇങ്ങനെയുള്ള വേർതിരിവില്ലാത്ത ഏക നിയമം പുതിയ നിയമമാണ്. പ്രൈസ് ദ ലോർഡ്. 120 പേർ ഇരുന്നാൽ 120 പേരെയും കൊയ്യുക എന്നുള്ളത് പുതിയ നിയമത്തിൻ്റെ മാത്രം വ്യവസ്ഥയാണ്. ഏകദേശം 3000-ഓളം പേരെ കൊയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്ത് മേദ്യരുണ്ട്, പാർസ്യരുണ്ട്, അതിൻ്റെ അകത്ത് യഹൂദ മതാനുസാരികളുണ്ട്, റോമക്കാരുണ്ട്, ലിബർത്തീനരുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ഖുറേനക്കാരുണ്ട്, അറബികളുണ്ട്. ഖുറേനക്കാരെന്ന് പറഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാർ, ആഫ്രിക്കൻസ്. അവരെല്ലാവരും കൂടിയാണ് പത്രോസിൻ്റെ സന്ദേശം കേൾക്കുന്നത്. കൊയ്തപ്പ അറബികളെ മാത്രം കൊയ്യല്ലായിരുന്നു, കൊയ്തപ്പ റോമക്കാരെ മാത്രം കൊയ്യുകല്ലായിരുന്നു. ആരൊക്കെ മുഖം നോക്കാതെ മിനിസ്ട്രി ചെയ്യുമോ അവരെല്ലാം ഒരു ഉണർവ് കാണും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തോ ഞാൻ ഈ സഭയെ അങ്ങ് മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. രവി പാസ്റ്ററിനെയും സഭയെ ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. മുഖം നോക്കാതെ വേല ചെയ്യുന്ന ചില ദൈവദാസന്മാർ അസാധാരണമായ ഒരു ഉണർവിന് ഹേതുവായി മാറുമെന്ന് ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാണ്. മുഖം നോക്കാതെ, നിറം നോക്കാതെ, ബാക്ക്ഗ്രൗണ്ട് നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇനി വായിച്ച വാക്യത്തിലേക്ക് നമുക്ക് പോകാം. യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു എന്ന് വെച്ചാൽ, യേശു ശമരിയ ജാതിയുടെ നടുവിൽ ചെന്നിട്ട് ആ സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ ഒരു സ്ത്രീ വെള്ളം കോരാൻ വേണ്ടി വരുമ്പോൾ യേശു കർത്താവ് അവളോട് വെള്ളം കുടിപ്പാൻ ചോദിക്കുക. ഉടനെ അവൾ പറയുന്നു, നീ ആരാണെന്നാ നിൻ്റെ വിചാരം? ഞാൻ ആരാണെന്നാ നിൻ്റെ വിചാരം? നീ യഹൂദൻ, ഞാൻ ശമര്യക്കാരി സ്ത്രീ, നീ എങ്ങനെ എന്നോട് വെള്ളം കുടിപ്പാൻ ചോദിക്കുന്നത്? ഉടനെ യേശു പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ, നീ ദൈവത്തിൻ്റെ ദാനമെന്നും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം കുടിപ്പാൻ തരികയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, യേശു കർത്താവും ശമര്യക്കാരി സ്ത്രീയും തമ്മിൽ സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിൽ യാക്കോബിൻ്റെ കിണർ, യാക്കോബിൻ്റെ ഉറവിൻ്റെ അടുക്കൽ നിന്നുകൊണ്ടാണ് വെള്ളത്തെക്കുറിച്ചുള്ള ഈ സംസാരം സംഭവിക്കുന്നത്. നമ്മൾ ഇസ്രായേൽ വിസിറ്റ് ചെയ്യുമ്പോൾ ശമരിയ പട്ടണത്തിൽ മിക്കവാറും ടീമുകൾ പോകാൻ സാധ്യത കുറവാണ്. പക്ഷേ മരിപ്പച്ചായിലെ പ്രിയ അച്ചകുഞ്ഞിലന്തൂർ പാസ്റ്ററാണ് എന്നെ ഇസ്രായേലിൽ ആദ്യം കൊണ്ടുപോകുന്നത്. എന്നെ അദ്ദേഹം ബൈബിൾ നാടുകളിൽ പല രാജ്യങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പഠനാർത്ഥം ടർക്കിയിലും ഗ്രീസിലും റോമിലും വത്തിക്കാനിലും പത്മോസ് ഐലൻഡിലും എഫസോസിലും സ്മുർനായിലും സർദീസിലും കൊലോസിയിലും ഫിലിപ്പിയായിലും തെസലോനിക്കയിലും ഒക്കെ പോകാനും താമസിക്കാനും ഒക്കെയുള്ളൊരു ഭാഗ്യം എളിയവനായി എനിക്ക് ദൈവം ഈ ഒരു കൊച്ചായുസിൽ ദാനമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ അച്ചുകുഞ്ഞിലെന്തൊരു പാസ്റ്റർ ഇസ്രായേലിൽ കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത സമയങ്ങളാണ് എങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ശമരിയായിൽ എത്തിക്കുക പതിവാണ്. എന്നെക്കൊണ്ട് അദ്ദേഹം ശമരിയായിൽ ചെന്നപ്പോൾ അദ്ദേഹം വളരെ പ്രധാനമായുള്ള ചില വിശദീകരണങ്ങൾ നൽകുവാനിടയായി തീർന്നു. എന്ന് വെച്ചാൽ ബൈബിളിനെക്കുറിച്ചും ബൈബിൾ ലാൻഡുകളെക്കുറിച്ചും അഗാധമായ അറിവുള്ളൊരു ദൈവദാസനാണ് അദ്ദേഹം. എൻ്റെ അറിവിൽ അദ്ദേഹം 85 പ്രാവശ്യം ഇസ്രായേൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ, പ്രൈസ് ഗോഡ്, 85 പ്രാവശ്യം ഇസ്രായേൽ വിസിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ശമരിയയിൽ ചെല്ലുമ്പോൾ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുക്കൽ കൊണ്ടുപോകും. യാക്കോബിൻ്റെ ഉറവ്, ഇത് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ സംഭവമല്ല, ഇത് ഉൽപ്പത്തിയിലെ സംഭവമാണ്. എങ്കിൽ എത്രയോ വർഷം പഴക്കമുള്ള ആ കിണറാണ് ഇന്നും അവിടെ ഉള്ളത് എന്ന് തിരിച്ചറിയാമോ? എന്ന് വെച്ചാൽ ബൈബിൾ ഐതിഹാസികമായ കാര്യമല്ല, ഇതിഹാസമല്ല, കെട്ടുകഥയല്ല, ഇത് ചരിത്രമാണ്. പ്രൈസ് ദ ലോർഡ്. ഇതിഹാസമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഉണ്ടാകാം, ഒരു പക്ഷേ ഇല്ലായിരിക്കാം. പക്ഷെ ചരിത്രമെന്ന് പറഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബൈബിൾ ഇത്ര തൻ്റെ ഇടത്തോടെ പ്രസംഗിക്കാൻ ലക്ഷക്കണക്കിന് ദൈവദാസന്മാർ തയ്യാറായത് ഇത് കെട്ടുകഥയല്ല, ഇതിഹാസമല്ല, ആരുടെയോ മനോമുകുരത്തിൽ പൊങ്ങി വന്ന സംഭവങ്ങളൊന്നുമല്ല. ഇത് ദൈവം തൻ്റെ ശ്വാസത്താൽ തൻ്റെ ഭക്തന്മാരെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് വിശുദ്ധ തിരുവെഴുത്ത്.
നമ്മൾ അവിടെ ചെല്ലുമ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കാണുവാനിടയായിത്തീരും. ശമര്യക്കാരി സ്ത്രീയുമായി സുഖാർ പട്ടണത്തിലെ ഈ യാക്കോബിൻ്റെ ഉറവ്, യാക്കോബിൻ്റെ കിണറിൻ്റെ അടുക്കിൽ നിന്ന് യേശു സംസാരിക്കുമ്പോൾ യേശു കർത്താവിനോട് ആരാധനയെക്കുറിച്ചൊക്കെ ശമര്യക്കാരി സ്ത്രീ സംസാരിക്കുന്നുണ്ട്. യേശു ആ സമയത്ത് പറയുന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആ മലയിലുമല്ല യെരൂശലേമിലുമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ദൈവം ആത്മാവാകുന്നു. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ആ മലയിലല്ല എന്ന് പറയാൻ കാരണം സുഖാർ പട്ടണത്തിലെ ശമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ യാക്കോബിൻ്റെ കിണറിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ 2 പ്രധാന പർവ്വതങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും. ജസ്റ്റ് ഒരു വചനം നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. ബൈബിൾ തുറക്കാൻ പറ്റുമോ? ആവർത്തന പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വചനമുണ്ട്. ആ വചനത്തിൻ്റെ അകത്ത് 2 പ്രധാനപ്പെട്ട പദങ്ങളുണ്ട്. 11-ാമത്തെ അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം, ആവർത്തനം 11:29. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നെ കടത്തിയ ശേഷം ഗരിസീം മലയിൽ വെച്ച് അനുഗ്രഹവും ഏബാൽ മലയിൽ വെച്ച് ശാപവും പ്രസ്താവിക്കണം. ഈ 2 പർവ്വതങ്ങൾ ശ്രദ്ധിക്കുക. ഗരിസീം പർവ്വതത്തിൽ വെച്ച് അനുഗ്രഹം പറയണം. ഏബാൽ പർവ്വതത്തിൽ വെച്ച് എന്ത് പറയണം? ശാപം പറയണം. ആ വാക്യത്തിലേക്ക് നോക്കിക്കേ. നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ 2 പ്രധാനപ്പെട്ട പർവ്വതങ്ങളെക്കുറിച്ചാണ് ദൈവം പറയുന്നത്. ഒന്ന് ഗരിസീം പർവ്വതം, 2 ഏബാൽ പർവ്വതം. ഗരിസീം പർവ്വതത്തിൽ കയറി എന്ത് പറയണം? അനുഗ്രഹം. എല്ലാവരും ചേർന്ന് പറ, അനുഗ്രഹം. പോരാ, ശബ്ദം ഉയർത്തി, അനുഗ്രഹം. കരങ്ങളെ ഉയർത്തി പറ, അനുഗ്രഹം. ഏബാൽ പർവ്വതത്തിൽ വെച്ച് ശാപം പറയണം. അത് പിന്നെ ശാന്തമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി. ഏബാൽ പർവ്വതത്തിൽ വെച്ച് എന്ത് പറയണം? ശാപം പറയണം. അപ്പോൾ നമ്മൾ ഈ സുഖാർ പട്ടണത്തിൽ ചെല്ലുന്ന സമയം യാക്കോബിൻ്റെ കിണർ കാണാൻ ചെല്ലുമ്പോൾ ഈ 2 ബൃഹത്തായ പർവ്വതങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അമ്പര ചുംബിയായി ഉയർന്നു നിൽക്കുന്ന 2 പർവ്വതങ്ങളുടെ ഇടയിലാണ് സുഖാർ പട്ടണവും സുഖാർ പട്ടണത്തിലെ യാക്കോബിൻ്റെ കിണറും. എന്നിട്ട് പഴയ നിയമത്തിൽ പറയുക, അനുഗ്രഹത്തിനും ശാപത്തിനും ഇടയിലുള്ള സുഖാർ പട്ടണം, അനുഗ്രഹത്തിനും ശാപത്തിനും ഇടയിലുള്ള ശമരിയ പട്ടണം, അനുഗ്രഹത്തിനും ശാപത്തിനും ഇടയിലുള്ള യാക്കോബിൻ്റെ കിണർ, ഗരിസീം പർവ്വതത്തിനും ഏബാൽ പർവ്വതത്തിനും ഇടയിലുള്ള യേശുവും ശമരിയക്കാരിയുമായുള്ള സംഭാഷണം. എന്ന് വെച്ചാൽ അനുഗ്രഹവും ശാപവും തമ്മിലൊരു ഏറ്റുമുട്ടൽ സുഖാർ പട്ടണത്തിലെ കിണറിൻ്റെ അടുക്കൽ വെച്ച് വന്നിരിക്കുകയാണ്. യഹൂദനും ശമരിയനും തമ്മിൽ. അനുഗ്രഹത്തിൻ്റെ വക്താവായ നാഥൻ നസറായൻ, ശാപം തലയിൽ ചുമക്കുന്ന ശമരിയ ജാതി. ഈ കെട്ടുപൊട്ടിക്കാൻ ബൈബിൾ പറയുന്നു, യേശു ശമരിയിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നു. ജീസസ് നെയിം. ഇന്ന് രാത്രി ഈ വിശുദ്ധ തിരുവെടുത്ത് ഞാൻ ഇവിടെ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കാതെ വീട്ടിൽ കയറി വന്ന അതിഥിയെ പോലെ താണ്ഡവ നൃത്തം ചവിട്ടുന്ന ശാപത്തിൻ്റെ കെട്ട് വചനം ഇന്ന് രാത്രി അഴിക്കാൻ പോകുകയാ. പല കുടുംബങ്ങളിലും ഗരിസീം പർവ്വതത്തിൻ്റെ നന്മ അനുഭവിക്കേണ്ട പല വീടുകളും നിർഭാഗ്യവശാൽ ഏബാൽ പർവ്വതത്തിൻ്റെ കെട്ടുമായി മുമ്പോട്ട് പോകുമ്പോൾ അനുവദിച്ചു കൊടുക്കരുത്. ഇന്ന് രാത്രിയിലെ സന്ദേശം തീർന്ന് 9 മണിക്ക് ആശീർവാദം പറയുന്നതിന് മുമ്പ് ഏബാൽ പർവ്വതത്തിൽ നിന്ന് ചാടി ഗരിസീം പർവ്വതത്തിലേക്ക് ഓടിക്കയറുന്ന രാത്രിയാകേണ്ടതിനായി ഈ രാത്രി എൻ്റെ ജനത്തെ ഞാൻ അഭിഷേകം ചെയ്യുകയാണ്. അല്പസമയം ഒന്ന് അന്യഭാഷയുള്ളവർ ആത്മനിറവിൽ അന്യഭാഷകളിൽ ഒന്ന് പ്രാർത്ഥിച്ചോ. കാരണം ഇന്ന് രാത്രിയിലെ വാർഷിക യോഗം ഒരു പ്രസംഗ പരമ്പരയല്ല, മറിച്ച് ഇതൊരു അസാധാരണമായ ആത്മമണ്ഡലത്തിലെ യുദ്ധമാണെന്ന് ആത്മാവിൽ ഈ രാത്രി ഞാൻ ഡിക്ലെയർ ചെയ്യുകയാക്കമാൻ. ആത്മാവിൽ ഒരു ഡെലിവറൻസ് ഈ രാത്രി സംഭവിക്കട്ടെ. Malhora maga santa la ya bakana.
വളരെ 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 ചെറിയ ഒരു വാക്കാണ് ശാപം എന്നുള്ള വാക്ക്. പക്ഷേ അത് വരുത്തുന്ന വിന അത്ര ചെറുതല്ല. ചെറിയൊരു വാക്കാണ് ശാപം എന്നുള്ളത്, പക്ഷേ അത് വരുത്തുന്ന വിന ചെറുതല്ല. ഞാനത് നേരത്തെ പറഞ്ഞ നമ്മൾ ചിലപ്പോൾ വിളിച്ചിട്ട് വന്ന അതിഥിയായിരിക്കില്ല. ഒരുപക്ഷെ നമ്മെ തകർക്കുവാൻ വേണ്ടി പിശാച് അല്ലെങ്കിൽ നമ്മുടെ ഫോർ ഫാദേഴ്സിൻ്റെ കാലം മുതൽ വെച്ച് തന്ന് ട്രാൻസ്ഫറായി വന്ന കുറേ സംഭവങ്ങളായിരിക്കാം നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ 30 വർഷം കഴിയുന്നു എൻ്റെ സഭാ ശുശ്രൂഷകൾ ആരംഭിച്ചിട്ട്. 10-30 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഇന്ത്യയിലെ 28 സ്റ്റേറ്റിലും താമസിക്കാനുള്ള അവസരം ഈ 30 വർഷത്തിനുള്ളിൽ ദൈവം തന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം, പല കുടുംബങ്ങളും 10,000-കണക്കിന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഭാഗ്യം നൽകുന്നുണ്ട്. ഓരോ ദിവസവും വരുന്ന ടെലിഫോൺ കോളുകൾ സന്തോഷത്തിൻ്റെ അല്ല, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണം, തലമുറ തകർന്നു പോകുന്നു. ആരും പ്രതീക്ഷിക്കാത്ത കുറേ വിപത്തുകൾ. ഇന്ന് തന്നെ ഞാനെടുത്ത ടെലിഫോൺ കോളുകളിൽ എത്രയെത്ര വേദനകളുടെ കോളുകളാണ് വരുന്നത്. സാക്ഷാൽ നമ്മുടെ വേദനകളെ വഹിച്ചൊരു നസറായനൊരു ഭാഗത്തുള്ളപ്പോൾ ഇപ്പുറത്ത് പിശാച് മനഃപൂർവ്വം കുറേ വേദനകൾ കെട്ടിവെച്ച് എൻ്റെ ജനത്തെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സന്ദേശം ജനത്തെ സുഖിപ്പിക്കുന്ന സന്ദേശമല്ല. എൻ്റെ സന്ദേശം ജനത്തെ കോൾമയർ കൊള്ളിപ്പിക്കുന്ന സന്ദേശമല്ല. എൻ്റെ സന്ദേശം പിശാചിൻ്റെ മുഴുവൻ അടിസ്ഥാനവും ഇളക്കുന്ന വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ശക്തിയായി മാറട്ടെ. പലയിടത്തും ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു വരികയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ദേശത്ത് മിനിസ്ട്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൺവെൻഷനിൽ ദൈവാത്മാവിനോട് സംസാരിക്കുന്നു. ഈ മണ്ണ് ആത്മഹത്യയുടെ കെട്ടുള്ള മണ്ണാണ്. ആത്മഹത്യ ചെയ്യണം, മരിക്കണം, അകാലത്തിൽ പൊലിഞ്ഞു പോകണം. അങ്ങനെ ഒരു പൈശാചിക മേഖല ഈ മണ്ണിൽ നിലവിലുള്ളതാണ്. അതിനെ ശാസിച്ചിട്ട് മെസ്സേജ് മുമ്പോട്ട് കൊണ്ടുപോയാൽ മതി. ഞാൻ അവിടെ നിന്നുകൊണ്ട് എൻ്റെ മെസ്സേജ് സ്റ്റോപ്പ് ചെയ്തിട്ട് ജനത്തോട് പറഞ്ഞ് നമുക്കൊന്നിച്ചെഴുന്നേറ്റ് നിന്ന് ആത്മാവിൽ ആത്മഹത്യയുടെ കെട്ട് നമുക്ക് കഴിക്കാം. ആമീൻ. ഇടയ്ക്ക് വെച്ച് മരിക്കണം. ഇന്നലെ എനിക്ക് വന്നൊരു കോള്, പാസ്റ്റർ എനിക്ക് മരിക്കണം, മരിച്ചേ പറ്റൂ, എനിക്കിനി ജീവിക്കേണ്ട. ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് മരിച്ചേ മതിയാകുകയുള്ളൂ. നിങ്ങൾ നോക്കുക, മരണമെന്നുള്ള പദം പൈശാചിക മേഖലയിൽ ഈ ഉലകത്തിലേക്ക് സ്ഥാനം വന്നത് പാപം നിമിത്തമാണ്. പക്ഷേ സ്വന്തം മരണം കൊണ്ട് മരണത്തെ ജയിച്ചൊരു യേശു ഇന്ന് രാത്രി ഇവിടെ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ സന്ദേശം കഴിയുമ്പോൾ അവിടുത്തെ പാസ്റ്റർജി ഓടി വന്നിട്ട് എന്നോട് പറഞ്ഞു, സാം പാസ്റ്ററെ, ഈ യോഗം നടക്കുന്ന ഈ പറമ്പിൽ 4 പേർ സൂയിസൈഡ് ചെയ്തതാ, 4 പേരും മരത്തിൽ തൂങ്ങി മരിച്ചതാണ്. അതേ, ശാപം വരുത്തുന്ന വിനകൾ നമ്മളാരും പ്രതീക്ഷിക്കുന്നത് പോലെയല്ല. ചിലർ ഞങ്ങളുടെ കോട്ടയം ഭാഷയിൽ പറയാറുണ്ട്, പറന്നു പോകുന്ന കാക്കയ്ക്ക് പോലും ദ്രോഹമൊന്നും ചെയ്യാറില്ല. പക്ഷേ എന്താ പാസ്റ്ററെ അറിയില്ല, ഞങ്ങളുടെ എല്ലാം വീട്ടിൽ ഇങ്ങനെയായി. നന്നായിട്ട് പഠിച്ചു വരുന്ന കുഞ്ഞുങ്ങൾ ഇടയ്ക്ക് വെച്ച് പഠനം തകർന്നു പോകുന്നു. നല്ല സ്കോർ ചെയ്ത് വന്ന കുഞ്ഞുങ്ങളാണ്, ഹയർ സ്റ്റഡീസ് വന്നപ്പോൾ തട്ടി തകർന്നു പോയി. എവിടെയാണ് ആ ബ്ലോക്ക് വന്നത് ആർക്കും അറിയത്തില്ല. തിരിച്ചറിയുക, ചില കുടുംബങ്ങൾ ഗതി പിടിക്കാൻ പണ്ടേ പറ്റേണ്ടതായിരുന്നു. പക്ഷേ ഇതുപോലെയുള്ള ചില വൈതരണികൾ ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, ആരും പ്രസംഗിക്കാറില്ല. പ്രാർത്ഥിച്ചോ വിടുതൽ കിട്ടിക്കോളും എന്നൊക്കെ പറഞ്ഞ് തടി തപ്പുന്ന കൂട്ടത്തിലാണ് പലരും. ചിലരാണ് ഇതിനെതിരെ പടവാളേന്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിനെ തകർക്കാനുള്ള പടവാൾ ആരുടെയും കയ്യിൽ ലഭ്യമാകുന്നില്ല. പക്ഷെ ബൈബിൾ പറയുന്നു, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് എന്നെ വിലയ്ക്ക് വാങ്ങുകയായിരുന്നു. ഇന്ന് രാത്രി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നിന്റെ മേൽ പിശാചിട്ട ശാപത്തിൻ്റെ കരിനിഴൽ ഈ രാത്രി മായിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നു പോകാവൂ. ഈ സന്ദേശം ഒരു പ്രസംഗമല്ല, ഇതൊരു തുറന്ന യുദ്ധമാണ്. ഞങ്ങളുടെ ചർച്ചിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നൊരു ആൻറ്റിയുണ്ട്. ആ ആൻറ്റി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു വന്നു. ഞാൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ ഇടപെട്ടു. ആ വീട്ടിൽ 3 പ്രത്യേക മരണങ്ങൾ നടന്നത്. ആ മരണം 3 ആത്മഹത്യാ മരണം. അത് ഒരു മുറിയിൽ, അത് ഒരു വർഷത്തിൻ്റെ മാർച്ച് മാസം. 1-ാം വർഷം മാർച്ച് മാസത്തിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തു. 2, 3 ഇതുപോലെ 3 പേർ ഒരേ മാർച്ച് മാസം സൂയിസൈഡ് ചെയ്തു. ഒരു വലിയ വിശാലമാകുന്ന പുരയിടത്തിൻ്റെ നടുവിലാണ് ഈ ഒരു നല്ല മനോഹരമായൊരു വീട്. പക്ഷെ വർഷങ്ങളായി ആ വീട് ലോക്ക് ചെയ്തിട്ട് അവരുടെ വീട്ടിലേക്ക് തിരികെ പോയി. ആ വീട്ടിൽ പാർപ്പ് അത്ര ബുദ്ധിമുട്ടല്ല, കാര്യം മരണം. അതെ, പണ്ട് ദാവീദ് എഴുതിയതുപോലെ, എനിക്ക്
എനിക്കും മരണത്തിനും ഇടയിൽ ഒറ്റ അടി അകലം. ദാവീദ് എഴുതിയതാ, എനിക്കും മരണത്തിനും ഇടയിൽ ഒറ്റ അടി അകലം. പക്ഷേ ആ ഒറ്റ അടിയെ കയറി തമ്പുരാൻ ഒരു പിടുത്തം പിടിച്ചു. ഇന്ന് തമ്പുരാൻ പിടിക്കാൻ പോകുകയാ. എന്നിട്ട് ആ ഒറ്റ അടി അങ്ങോട്ട് വലിച്ചു 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 നീട്ടി. എന്നാ പിടിവിട്ടെന്നറിയാമോ? തൻ്റെ തലമുറ സിംഹാസനത്തിലിരിക്കുന്നത് കണ്ട് അവസാനം അവനെ കൊണ്ട് എഴുതിപ്പിച്ചു ദൈവം, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരിക്കും. Come on, please lift up your hands. കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി എല്ലാവരും എന്നോട് ചേർന്ന് പറയണം, ഞാൻ മരിക്കയില്ല. പോരാ, ശബ്ദം ഉയർത്തി പറ, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യേശുവിൻ്റെ, പറ, വാ തുറന്ന്, യേശുവിൻ്റെ, പോരാ, ഒരിക്കൽ കൂടി, യേശുവിൻ്റെ പ്രവൃത്തിയെ വർണ്ണിക്കും. ഈ ഭയപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ സഹോദരി, ഞാൻ പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാം, നിങ്ങളും മക്കളും കൂടി ആ വീട്ടിലേക്കൊന്ന് വരാമോ? അവർ പറഞ്ഞു, ഞങ്ങൾ വരില്ല, ആ വീട്ടിലേക്ക് കയറുവാൻ ഞങ്ങൾക്ക് ഭയമാണ്. ഞാൻ പറഞ്ഞു, സാരമില്ല, ആ ചാവി കൊടുത്തു വിടാമെങ്കിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കാം. അവരെ ചാവി കൊടുത്തു വിട്ടു. ഞങ്ങൾ ആ വീടിൻ്റെ അകത്തേക്ക് കയറി. 3 ആത്മഹത്യാ മരണങ്ങൾ നടന്ന, പൈശാചിക ശക്തി തേർവാഴ്ച നടത്തുന്ന, നമുക്കതിൻ്റെ അകത്ത് കയറുമ്പോൾ അറിയാം, ആൾ രൂപത്തിൽ പിശാചി നിന്ന് നിലവിളിക്കുന്ന നമുക്കറിയാം. ഞാൻ അവിടെ കയറി നിന്ന് കരങ്ങളെ ഒന്ന് ഉയർത്തി യേശുവിൻ്റെ രക്തം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇന്ന് രാത്രി ഏതെങ്കിലും വീട്ടിൽ ശാപമോ ആത്മഹത്യാ പ്രവണതയോ മരണത്തിൻ്റെ ചിന്തകളോ, ഇങ്ങനെയുള്ള ജീവിതം എന്തിനാണ്, എൻ്റെ ഭാവി എങ്ങനെയായിത്തീരും, ഞാൻ ചതിക്കപ്പെട്ടു, ഞാൻ വഞ്ചിക്കപ്പെട്ടു, അത് ഈ ലോകം ചതിയുടെ ലോകമാ, വഞ്ചനയുടെ ലോകമാ. യൗവനക്കാർ പലരും സ്നേഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും പുറകെ പോയി വഞ്ചിക്കപ്പെട്ടു, വശീകരിക്കപ്പെട്ടു. ആമേൻ, ആമേൻ. ഇല്ല, ആമേൻ. തകർച്ചയുടെ ആ വലയ്ക്കകത്ത് വന്ന് പെട്ടുകിടക്കുകയാ. പക്ഷെ ഇന്ന് രാത്രി നിനക്ക് വാ തുറന്ന് പറയാനുള്ളൊരു പദമുണ്ട്, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ഇത്രയും പേര് പറഞ്ഞാൽ ഇത്രയും ശബ്ദമല്ല ഇന്ന് രാത്രി ഇവിടെ ഉള്ളത്. പറ, യേശുവിൻ്റെ രക്തം. പോരാ, 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 കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി, യേശുവിൻ്റെ രക്തം. അകത്തും പുറത്തും ഇരിക്കുന്നവർ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇന്ന് രാത്രി ആ പദം പറയുക, യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ രക്തം. ആ രക്തം പിശാചിന് ഭയമാണ്, ആ രക്തം പിശാചിന് ഭയമാണ്, ആ രക്തം പിശാചിന് ഭയമാണ്. ഞാൻ എൻ്റെ ചർച്ചിൽ പഠിക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുടെ യങ്സ്റ്റേഴ്സ് ധാരാളമുള്ളൊരു സഭയാണ് ഞങ്ങളുടെ സഭ. ഞാൻ അവരോടെല്ലാം സംസാരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, നിങ്ങളുടെ എല്ലാം സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ നിങ്ങൾ പഠിക്കുന്ന സമയം നിങ്ങളുടെ ക്ലാസ്സിൽ 30 മക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ, 30 യൗവനക്കാർ പഠിക്കുന്നുണ്ടെങ്കിൽ 29 പേരും നിങ്ങളുടെ കൂട്ടുകാരാണ്. അതിൽ ഒരാളെ നിങ്ങൾ സെലക്ട് ചെയ്ത് ബെസ്റ്റ് ഫ്രണ്ട് ആക്കരുത്, നിങ്ങൾ ചതിക്കപ്പെടും. ഒന്നുകൂടെ പറയുന്നു, ബാക്കിയുള്ള 29 പേരും നിങ്ങളുടെ കൂട്ടുകാരാണ്. അതിൽ 29-ൽ ഒന്നിനെ നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ടായി സെലക്ട് ചെയ്താൽ കൂട്ടുകാരെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം, ബെസ്റ്റ് ഫ്രണ്ട് നിങ്ങളെ കൺട്രോൾ ചെയ്യും. ആ വ്യക്തി വശീകരിച്ച് വിളിച്ചു കൊണ്ടുപോയി കഴിക്കാൻ തരുന്നതിലോ കുടിക്കാൻ തരുന്നതിലോ തരുന്ന സ്വീറ്റ്സിലോ തരുന്ന ജ്യൂസിലോ നീ അറിയുന്നില്ല. നിൻ്റെ ഭാവിയെയോ നിൻ്റെ ഹയർ സ്റ്റഡീസിനെയോ നിൻ്റെ വിദ്യാഭ്യാസത്തെയോ നിൻ്റെ ബുദ്ധിയെയോ കെട്ടുവാനുള്ള പൈശാചിക തന്ത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. നീ എന്താ വിചാരിച്ച് നിന്നെപ്പോലെയാണ് എല്ലാവരും? നോ, നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ. നിന്നെപ്പോലെയല്ല മറ്റൊരാൾ, നിന്നെപ്പോലെ നിൻ്റെ മനസ്സല്ല മറ്റൊരാൾ. നീ ആരെയും ചതിക്കില്ല. പക്ഷെ നിന്നെ ചതിക്കാൻ നിഴല് പോലെ ഫോളോ ചെയ്യുന്ന പൈശാചിക വേഷം കെട്ടിയ ചെന്നായല്ലെന്നേ ഉള്ളൂ. കാഴ്ചയിൽ കുഞ്ഞാടാണെങ്കിലും ചെന്നായുടെ ഹൃദയവുമായി നടക്കുന്ന പിശാചിനെ ഇന്ന് രാത്രി ക്യാൻസൽ ചെയ്യാതെ ഈ സന്ദേശം നീ ഇന്ന് രാത്രി അവസാനിപ്പിക്കരുത്. നിനക്ക് നല്ല ഭാവിയുള്ളതാണ്. ഉയർന്ന നിലവാരത്തെ നീ കയറി പോകേണ്ടതാണ്. ഒരുപക്ഷെ ഇന്ത്യ വിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പോയി ഹയർ സ്റ്റഡീസ് ചെയ്യാൻ ദൈവ നിയോഗമുള്ളൊരു മകനായിരിക്കാം, മകളായിരിക്കാം നിങ്ങൾ. കൈകൂപ്പി ഞാൻ ബെഗ് ചെയ്യുകയാണ്, ദയവ് ചെയ്ത് നിന്റെ ഭാവി തുലയ്ക്കരുത്, നിന്റെ ഭാവി നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ ഭാവിയെല്ലാം അവൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഭാവിയെല്ലാം തൻ കയ്യിൽ എന്നോർത്താൻ എത്ര ധന്യമേ ലോക
ജീവിത. എത്ര പേർക്ക് ആ വരികൾ അറിയാം? ഞാനിത് ഇങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? എൻ്റെ ചർച്ചിലെ ദൈവമക്കൾ സാധാരണക്കാരാണ്. പെയിൻറ്റിങ് വർക്ക് നടത്തുന്നവർ, തടിയുടെ പണി നടത്തുന്നവർ, ടാപ്പിംഗ് നടത്തുന്നവർ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ്, ആവറേജിന് താഴെയുള്ള ഫാമിലീസിൻ്റെ പാസ്റ്ററാണ് ഞാൻ. വലിയ ഹൈ ഒഫീഷ്യൽസ് ഒന്നും ഞങ്ങളുടെ ചർച്ചിലില്ല. പക്ഷേ പാവപ്പെട്ട അപ്പനമ്മമാരാണേലും പിള്ളേരൊക്കെ പഠിക്കുന്നത് വിദേശത്താണ്. എന്നാ കാര്യം? എവരി സൺഡേ അവരിങ്ങനെയുള്ള അഭിഷേകത്തിൻ്റെ സന്ദേശമാണ് കേൾക്കുന്നത്. പിടിവള്ളി ഇല്ലാത്തവനും 10 സൺഡേ കഴിയുമ്പം പിടിവള്ളി കിട്ടും. ഏതാ പിടിവള്ളി എന്നറിയാമോ? യേശു. അതുകൊണ്ട് ആ വരി അറിയാവുന്നവർ എന്നോട് ചേർന്നൊന്ന് കര ഉയർത്തിപ്പിടിച്ച്, ഭാവിയെല്ലാം താൻ കയ്യിൽ എന്നോർത്താൽ എത്ര ധന്യമേ ഈ ലോക ജീവിത, എത്ര ധന്യമേ ഈ ലോക ജീവിത. താൻ വാഴുകയാ ആകുലമില്ല നാളെ എന്ന ഭീതിയില്ല, ഭാവിയെല്ലാം താൻ കയ്യിൽ എന്നോർത്ത എത്ര ധന്യമേ ലോക ജീവിത. താൻ വാഴുകയാ ആകുലമില്ല. സഭ പാടിക്കേ. ഭാവി എല്ലാം താൻ കയ്യിലെന്നോർത്താൽ എത്ര ധന്യമേ ലോക. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതേ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ എത്ര മോദമാ. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന. കരങ്ങളെ ഉയർത്തി പാടിക്കേ. ഭീതിയില്ല, ഭാവിയല്ല താൻ കയ്യിൽ എന്നോർത്ത എത്ര ധന്യമേ ലോക ജീവിത. താൻ വാഴുകയാ ആകുലമില്ല നാളെയെന്ന ഭീതിയില്ല, ഭാവിയല്ല താൻ കയ്യിൽ എന്നോർത്ത എത്ര ധന്യമേ ലോക ജീവിത. ഹല്ലേലൂയ. അടുത്തൊരു മിനിറ്റ് ഞാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇവിടെ നിന്നുകൊണ്ട് ഡിക്ലെയർ ചെയ്യുകയാണ്. നിങ്ങളുടെ തലമുറയുടെ ഭാവി കർത്താവിൻ്റെ കയ്യിൽ ഭദ്രമാണ്. ഒരു പിശാചിനും അവരെ തടുക്കാൻ കഴിയില്ല. അവരുടെ പഠനം, അവരുടെ ഹയർ സ്റ്റഡീസ്, അവരുടെ ഭാവി, അവരുടെ ജോലി, അവരുടെ മുമ്പോട്ടുള്ള വഴി എവിടെയെങ്കിലും പിശാച് കുരുക്കിയത് ഇന്ന് രാത്രി യേശുവിൻ്റെ നാമത്തിൽ കമാൻ അഴിച്ചു കളയുവാൻ യേശുവിൻ്റെ രക്തം, കുരിശിൽ ചൊരിഞ്ഞ യേശുവിൻ്റെ രക്തത്താൽ ഇന്ന് രാത്രി ഒരു ജയമുണ്ടാകട്ടെ. കുടുംബജീവിതം ആരംഭിച്ച നിങ്ങളുടെ തലമുറകളിൽ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും വന്ന് മുമ്പോട്ട് പോകാൻ കെൽപ്പില്ലാതെ പിരിഞ്ഞു പോകുമെന്നുള്ള പൈശാചിക മേഖലയുടെ എഴുത്ത് തിരുനെറ്റിക്കൊട്ടിച്ചതുപോലെ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ മുമ്പോട്ട് പോകുന്ന ആ വീട്ടിലേക്ക് ഇന്ന് രാത്രി യേശുവിൻ്റെ ശക്തി ഇറങ്ങി ചെല്ലുകയാണ്. ഇവിടെ മാത്രമല്ല, ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർ അകത്തോ പുറത്തോ ഓൺലൈനിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബ
നിങ്ങളുടെ ജീവിതത്തിൽ കയറിപ്പറ്റിയ അന്ധകാര ശക്തി എന്ന മൂന്നാം കക്ഷിയെ ഇന്ന് രാത്രി ശാസിക്കുവാൻ യേശുവിന്റെ ശക്തി വെളിപ്പെടട്ടെ. Glory to God. Hallelujah. Hallelujah. സഹോദരങ്ങളെ, ഞങ്ങളെ വീട്ടിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കർത്താവ് കുടുംബത്തെ കെട്ടഴിച്ചു. ഞാൻ തന്നെ അവരെ സ്നാനമേൽപ്പിച്ചു. സ്വസ്ഥമായവരാ വീട്ടിൽ താമസിക്കും. അവിടെ തലമുറകൾ വിദേശ നന്മ അനുഭവിക്കാൻ തുടങ്ങി. ആ വീട് സന്തോഷിക്കുന്ന വീടായി മാറി. യേശു എല്ലാവരെയും വിടുവിക്കുന്ന ദൈവമാണ്. മുഖപക്ഷമില്ലാത്ത ദൈവം, അവൻ്റെ പേരാ യേശു. ഗരിസീം പർവ്വതത്തിനും ഏബാൽ പർവ്വതത്തിനും ഇടയിലാണ് ശമരിയ പട്ടണത്തിലെ സുഖാർ എന്ന് പറയുന്ന പട്ടണത്തിലെ ഈ കിണർ എന്ന് പറയുന്നത്. അവിടെ ഗരിസീമിൻ്റെ സിംബലായി നിൽക്കുന്ന നാഥൻ നസ്രായൻ, ഏബാലിൻ്റെ പ്രതീകമായി നിൽക്കുന്ന ശമരിയക്കാരി സ്ത്രീ. എങ്ങനെ നിനക്ക് എന്നോട് കുടിക്കാൻ ചോദിച്ചെന്ന് പറയുന്ന ശാപഗ്രസ്തമായ മനസ്സ്. അതവിടെ കുഴപ്പമില്ല, അവിടെ ബ്ലഡ് ശാപം മിക്സ് ചെയ്തതാണ്. അതുകൊണ്ട് അവക്കൊരിക്കലും മനസ്സുകൊണ്ട് പുറത്തു വരാൻ കഴിയില്ല. ഞാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറയും, നല്ല കഴിവുകൾ നിങ്ങൾക്കുണ്ട്, നന്നായിട്ട് പാടാനുള്ള കൃപയുണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് ഫ്യൂച്ചർ കൊണ്ടു നടക്കാനുള്ള എല്ലാ കഴിവുകളും ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ എവിടെയോ ഒരു ശാപത്തിൻ്റെ കെട്ട് നിങ്ങളുടെ മേൽ വന്നപ്പോൾ കഴിവുകളെല്ലാം കുഴിച്ചു മൂടപ്പെട്ടതുപോലെ ആയിപ്പോയി. പക്ഷെ യേശു തൊട്ട് കഴിഞ്ഞാൽ, അല്ല അഭിഷേകം തൊട്ട് കഴിഞ്ഞാൽ, ദൈവശക്തി തൊട്ട് കഴിഞ്ഞാൽ മൂടിക്കിടന്ന മുഴുവൻ കഴിവുകളും പുറത്തു വരും, പുറത്തു വരും, പുറത്തു വരും. യെസ്, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ കഴിവുകളെല്ലാം പുറത്തു വരാൻ പോകുകയാ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എത്ര ജോലി ചെയ്താലും എത്ര അധ്വാനിച്ചാലും ഒരു നന്മ മിച്ചപ്പണം വെക്കുവാൻ കഴിയാത്ത രീതിയിൽ മനുഷ്യർ നെട്ടോട്ട് മൂടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓട്ടസഞ്ചിക്കകത്ത് കൂലിക്കാരൻ കൂലിയിടുന്നത് പോലെ ഇട്ടു, കിട്ടിയോ കിട്ടിയില്ല. കാര്യം രാവിലെ ഇട്ടതാ, രാവിലെ തന്നെ പോയി. ഒരു മാസത്തെ സാലറി കൊണ്ടുവന്ന് അപ്പോഴിട്ടതാ, വിതിൻ സെക്കൻഡ് എല്ലാം സ്പോയിലായിപ്പോയി. വർഷങ്ങളായി ഒന്നും മിച്ചപ്പണം വെക്കുവാൻ കഴിയാതെ ഇന്നും ബെഗ് ചെയ്യുന്ന ചില മേഖലകളിൽ മുമ്പോട്ട് പോകുമ്പോൾ തിരിച്ചറിയുക, നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, അനുഗ്രഹത്തിന് അധിപതിയെ, അനന്തകൃപ പെരും നദിയെ. അവൻ ശാപത്തിൻ്റെ ആളല്ല, യേശു അനുഗ്രഹത്തിൻ്റെ ആളാണ്. എന്തുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാനിവിടെ നിന്നിതെല്ലാം പറയുന്നറിയാമോ? ദരിദ്രനായി ഭൂമിയിൽ ജനിച്ചിട്ട് ഭിക്ഷാടനത്തിന് വഴി സൈഡിൽ കൈനീട്ടി നിന്ന എന്നെ തൊട്ട യേശുവിൻ്റെ അഭിഷേകം നിങ്ങളെ തൊടാതെ പോകത്തില്ല. അവൻ നിന്നെ അനുഗ്രഹിക്കാതെ പോകത്തില്ല. അവൻ മുഖപക്ഷമുള്ള ദൈവമല്ല. ഇന്ന് രാത്രി ദൈവത്തോട് പറ, യേശുവേ എന്നെ തൊടാതെ പോകരുതേ. Praise God. Praise God. അനുഗ്രഹം എന്ന് പറയുമ്പോൾ ഒത്തിരി പേര് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എൻ്റെ ഫീഡ്ബാക്ക് ഇതാണോ അതോ വേറെ വല്ലതും ഉണ്ട്? ഇതാണ്, ഇങ്ങോട്ടൊന്ന് തിരിച്ചു വെക്കാൻ പറ്റും. സ്തോത്രം. നാളെ മീറ്റിംഗ് ഉള്ളതുകൊണ്ടേ സോറി കേട്ടോ, ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ലേ. സ്തോത്രം. താങ്ക് യു സോ മച്ച്. കരം അടിച്ച് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യും. പ്രൈസ് തല. താങ്ക് യു ജീസസ്. ഓക്കെ, ഒന്നുകൂടെ കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? കർത്താവ്. ഒത്തിരി ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്യുന്നൊരു പദപ്രയോഗം കൂടിയാണ് അനുഗ്രഹം എന്നുള്ള പദപ്രയോഗം. അതിനൊരു പ്രോസ്പെരിറ്റി എന്നുള്ള പദം കൊണ്ട് ആൾക്കാർ അതിനെ ഒത്തിരി ദുർവ്യാഖ്യാനം ചെയ്യുന്നുണ്ട്. എന്തിനാണ് അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ നമ്മുടെ നടുവിൽ തന്നെ വരുന്നത്? അനുഗ്രഹം അനുഗ്രഹം തന്നെയാണ്. ഞാനിത് പറയും കാര്യം, ഞാൻ ഇങ്ങനത്തെ ഒരാളല്ലായിരുന്നു. നിങ്ങൾക്കറിയാം, മഹാരാഷ്ട്രയുടെ തെരുവിൽ ഞാൻ വർഷങ്ങൾ ഭിക്ഷാടനം നടത്തിയ ഒരാളാണ്. അന്ന് പാസ്റ്റർമാരൊക്കെ എന്നോട് പറയുമായിരുന്നു, യു ആർ എ മാൻ ഓഫ് ഗോഡ്. കൊള്ളാം, എന്നാ വഴിയിലെ ജീവിതമാണ്. പക്ഷേ ഇന്ന് പറയാൻ കുറച്ച് പാടാണ്. അതെനിക്ക് മനസ്സിലായില്ല. മനുഷ്യൻ്റെയൊക്കെ ആഗ്രഹം, നീ ഒരിക്കലും തല പോക്കരുത്, നിൻ്റെ കീശ 10 രൂപ ഉണ്ടാകരുത്, എന്നും 10 രൂപ സ്വോത്രകാഴ്ചയിട്ട് ജീവിച്ചോണം, ഒരിക്കലും 500-ൻ്റെ ഒരു നോട്ട് സ്വോത്രകാഴ്ച ഇടരുത്, ദരിദ്രവാസിയായിട്ട് നീ ഇരുന്നോണം. ഇതാണ് നമ്മുടെ അച്ചാച്ചന്മാരിൽ പലരുടെ ആഗ്രഹം. ആ കെട്ടങ്ങ് പൊട്ടണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ ശപിക്കപ്പെടണമെന്നല്ല ഞാൻ ആഗ്രഹിക്കണ്ടേ, എന്നേക്കാൾ ബ്ലെസ്ഡ് ആകണം.
നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അനുഗ്രഹം വേണ്ടാന്ന് പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പൈസയുള്ളത്. നിങ്ങൾ ശ്രദ്ധിച്ചു, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പുരയിടമുള്ള, ഏറ്റവും എത്ര ബാങ്കിൽ കാണുമെന്നറിയാം അവർക്ക് നന്മകൾ. എന്നിട്ടാണ് അവർ എഴുതുന്നത് ഇത് പൈശാചികമാണ്, ഈ സന്ദേശം ദൈവത്തിൽ നിന്നുള്ളതല്ല. എഴുതുന്നവൻ വാടകയ്ക്കല്ല താമസിക്കുന്ന, അവന് 3 വീട് കാണും. ഈ പ്രസംഗിച്ച് ഞാൻ താമസിക്കുന്നത് 32ാമത്തെ വാടക വീട്ടിലാണ്. 30 വർഷം കൊണ്ട് ഇപ്പം താമസിക്കുന്ന വീട് 32ാമത്തെയാണ്. വിശ്വസിക്കുമോ? എന്നിട്ട് ഞാനാണ് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്ന അനുഗ്രഹമുണ്ട്. സമ്പന്നനായ കർത്താവ് ദരിദ്രനായി തീർന്നത് എന്നെ സമ്പന്നനാക്കി. അല്ലേ? പാസ്റ്റർ നേരത്തെ പാടിയില്ലേ? നേരത്തെ മനോഹരമായൊരു പാട്ട് പാടി. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവ കരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്യമോ. ദൈവ കരുണയിൽ ധനമാഹാത്മ്യം. ദൈവസുതൻ പശുശാലയിൽ നരനായി നമുക്ക് വേണ്ടി അങ്ങനെ ഇറങ്ങി വന്നേ. ഈ ഉലകം മുഴുവൻ പടച്ചവന് ജനിക്കാൻ ഒരു ഭവനം പോലും ഇല്ലെന്ന്. അങ്ങനെയുള്ള നിനക്ക് താമസിക്കാൻ ഒരു വീടെങ്കിലും ഉണ്ടേ, നീ അനുഗ്രഹിക്കപ്പെട്ടവനാ. അക്കരയ്ക്ക് പോകാൻ മറ്റൊരുത്തിൻ്റെ പടക് കടമെടുത്തവനെ സേവിക്കാൻ ഇറങ്ങിയ നിനക്ക് ഓടിക്കാൻ ഒരു വാഹനം കിട്ടിയാൽ അതൊരു അനുഗ്രഹമാണ്. 3.5 വർഷം നസറത്തിലെ വീട്ടിൽ പോയി പാർക്കാതെ ഒലിവമലയുടെ മുകളിൽ പോയി പാർത്തവനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച നിനക്ക് ഇന്ന് രാത്രി യോഗം കഴിയുമ്പോൾ പോയി പാർക്കാൻ ഒരു വീട് തന്നത് ഒരു അനുഗ്രഹമാണ്. ബെത്സ്ഫാഗയിൽ നിന്ന് യെരുശലേമിനെ നോക്കി കരയാൻ വേണ്ടി മറ്റൊരാളുടെ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയിരുന്ന് ആ ഇറക്കമിറങ്ങി വന്നവനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ച നിനക്ക് യാത്ര ചെയ്യാൻ ഒരു നന്മ ദൈവം തന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. നീ തലപൊക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന അച്ചാച്ചന്മാരുടെ കൈവപ്പ് നിന്നെ കെട്ടും. പക്ഷേ ഇന്ന് രാത്രി നിന്റെ തലയിൽ വന്ന ശാപത്തിന്റെ കയ്യെ അനുഗ്രഹത്തിന്റെ കൈ കൊണ്ട് വെട്ടിമാറ്റി ഈ രാത്രി നിനക്ക് നന്മ തരാൻ കരുത്തുള്ള യേശുവിന്റെ കരം. പത്രോസ് പറയുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങളുടെ കോൾ എന്താണ്? നിങ്ങളെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ശാപം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരെന്നല്ല, പിന്നെ പറവാതുറന്ന് അനുഗ്രഹം അനുഭവിക്കാൻ. കര ഉയർത്തി പറ, ഞാൻ വിളിക്കപ്പെട്ടതിനാൽ ഞാൻ അനുഗ്രഹിക്കുന്നവനാകും. ഓ ഹല്ലേലൂയാ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ കൈ ഉയർത്തി അനുഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്തിട്ട് പറ, ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ക്രിസ്ത്യാനി അനുഗ്രഹിക്കപ്പെടട്ടെ, ക്രിസ്ത്യാനി അനുഗ്രഹിക്കപ്പെടട്ടെ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് ഒറീസയിൽ യാത്ര ചെയ്തു. ഭുവനേശ്വറിൽ നിന്ന് ഞങ്ങൾ 10 മണിക്കൂർ കാണ്ടമാൽ കാടുകൾ കൂടി യാത്ര ചെയ്ത് ഇങ്ങനെ എവിടെ കലഹണ്ടിയിലേക്ക് പോകാൻ വേണ്ടി ബലിഗുഡായിൽ ഞങ്ങൾ താമസിച്ചു, 4 പേര് ഒരുമിച്ച്. അപ്പം അവിടെയൊക്കെ കടകൾ വളരെ കുറവാണ്. കുറേ നേരമായി ഭക്ഷണം കിട്ടുന്നില്ല. ഒരു കടയിൽ ചെന്നപ്പോൾ അവിടെ ഭക്ഷണമുണ്ട്, ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഒറ്റ ചോദ്യമാണ്, ക്രിസ്ത്യാനിയാണോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതെ. അല്ലെന്ന് പറയാൻ തല പോയാൽ പറയുമോ അല്ലെന്ന്. പുള്ളി അകത്തോട്ട് കയറി ഒരു ആയുധം കയ്യിലെടുക്കുകയായിരുന്നു. ഇറങ്ങടാന്ന് പറഞ്ഞു, നിനക്കൊന്നും ഇവിടെ ഭക്ഷണം ഇല്ലെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്ന ഈ മനുഷ്യൻ്റെയൊക്കെ രക്തം ഇങ്ങനെയൊക്കെയാണല്ലോ. നമ്മൾ സലാം പറഞ്ഞു, അപ്പം തന്നെ സലാം, ബൈ ബൈ പറഞ്ഞു. ഹതഭാഗ്യന്മാരല്ലേ.
അല്ലേ? എല്ലാ മനുഷ്യൻ്റെയും രക്തത്തിൻ്റെ നിറം ഒന്നല്ലേ? യെസ് ഓർണോ? ക്രിസ്ത്യാനിയാണെങ്കിൽ ഭക്ഷണം ഇല്ലെന്ന വെറുതെ കഴിക്കാൻ പോകില്ല, കാശ് അങ്ങോട്ട് കൊടുത്തിട്ട് പോരാഞ്ഞൊരു ടിപ്പ് കൂടെ കൊടുത്തിട്ട് ഇറങ്ങണേ. പക്ഷെ അവന് വേണ്ട. സ്തോത്രം. തിരിച്ചറിയണം, ക്രിസ്ത്യാനി ബ്ലസ്ഡായേ പറ്റൂ. എൻ്റെ കൈ ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുക. എൻ്റെ കര ഉയർത്തി നിങ്ങളെ അനുഗ്രഹിക്കുക. പലരും പറയാൻ മടിക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. ക്രിസ്ത്യാനി ബ്ലസ്ഡായേ പറ്റൂ. ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടേ പറ്റൂ. നീ വാങ്ങുന്നവനായിട്ടല്ല, നീ കൊടുക്കുന്നവനായി മാറണം. വലിയ വലിയ സമ്പത്തുള്ളവർ ദൈവസഭയ്ക്കകത്ത് എഴുന്നേക്കണം. നല്ല ബിസിനസ് ചെയ്യുന്നവർ നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേക്കണം. അന്യൻ്റെ മുതൽ ആഗ്രഹിച്ച് ശപിക്കപ്പെടുന്ന വല്ലാത്ത ലോകത്ത് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് കഷ്ടപ്പെട്ട് നന്മ സമ്പാദിക്കുന്ന ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. അന്യനെ മുതൽ ആഗ്രഹിക്കരുത്, ഒരു സെന്റ് പോലും ആഗ്രഹിക്കരുത്. അധ്വാനിച്ച ഫലം മാത്രം മതി. നമുക്ക് ജോലി ചെയ്ത് കിട്ടിയ നന്മ മാത്രം മതി. അത് ശാപമുള്ളതല്ല. വെട്ടിപ്പിടിക്കുന്ന പലതിൻ്റെ അകത്തും ശാപമുണ്ടായിരിക്കും. അത് കൂടപ്പറപ്പിൻ്റെ ആകട്ടെ, അയൽവാസിയുടേതാകട്ടെ, വ്യാജരേഖ ചമച്ച് വെട്ടിപ്പിടിച്ച് ശപിക്കപ്പെടാൻ ദൈവം അനുവദിക്കരുത്. നിന്റെ കഷ്ടപ്പാടിൻ്റെ നന്മ തമ്പുരാൻ നിനക്ക് മാത്രമല്ല, നിന്റെ തലമുറയുടെ കാലത്തും നന്മയായി തരും. തന്നോട് എതിർക്കാൻ ത്രാണിയില്ലാത്ത അഗതിയെ തകർക്കാൻ ഇഷ്ടപ്പെടുന്ന അച്ചാച്ചന്മാർ ഒത്തിരി പേരുണ്ട്. ഞാൻ ഈ കഴിഞ്ഞിടയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കേണ്ടതായിട്ട് വന്നു. ശമരിയിൽ കൂടി പോകേണ്ടതായി വന്നു, താമസിക്കേണ്ടതായി വന്നു. നല്ല വിശാലമായൊരു വീടാണ്. ആ വീടിൻ്റെ ഓണർ തൊട്ടടുത്താണ് താമസിക്കുന്നത്. വിശാലമായൊരു വീട്, വിശാലമായ. ആരോ പറഞ്ഞു വീടിന് ദോഷമുള്ളതുകൊണ്ടാണ് കൊച്ചിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് പുത്തൻ വീട് വെച്ച് മാറിക്കോളാൻ പറഞ്ഞു. താങ്ക് ഗോഡ്. അതുകൊണ്ട് അവരുടെ പഴയ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. സത്യത്തിൽ വീടിനല്ല ദോഷം, വീട്ടുകാർക്കാണ്. അത് എത്ര ലക്ഷം രൂപ കൊടുത്ത് പുതിയ വീട് വെച്ചാലും വീട്ടുകാരുടെ ദോഷം മാറാത്തിടത്തോളം കാലം വീടിൻ്റെ അകത്ത് സ്വസ്ഥത ഉണ്ടാകുകയില്ല. ചിലർക്കുണ്ടല്ലോ വേറെ എവിടെ പോയി കിടന്നാലും ഉറക്കം വരും. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങി അന്ന് തലവേദനയാണ്, അന്ന് പ്രശ്നമാണ്. കാര്യം ആ സ്വന്തം വീടിൻ്റെ പ്രശ്നമല്ല, ഈ പുള്ളിയുടെ പ്രശ്നമാണ്. വാഹനം നിയന്ത്രണം വിട്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. പത്രദ്വാരയാണ്, വായിച്ചിട്ടില്ലേ പത്രദ്വാര? വാഹനം നിയന്ത്രണം വിട്ടു. വാഹനം നിയന്ത്രണം വിട്ടൊന്നുമല്ല, ഡ്രൈവറുടെ നിയന്ത്രണം പോയതാ. ഡ്രൈവറുടെ നിയന്ത്രണം പോയപ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം മാറിയതാണ്. ശ്രദ്ധിക്കുക, വീടിനോ പറമ്പിനോ അല്ല ദോഷം, വീട്ടുകാർക്കാണ് ദോഷം. ആഭിചാരവും മന്ത്രവാദമൊക്കെ ചെയ്ത് കുഴിച്ചിട്ടിട്ട് അവകാശം പറഞ്ഞിരിക്കുന്ന പിശാചിൻ്റെ സേനയുണ്ട്. അതുകൊണ്ടല്ലേ പരിശുദ്ധാത്മാവ് അഭിഷേകം തന്നേ? പരിശുദ്ധാത്മാവ് വന്നത് തന്നെ ദുരാത്മാവ് ഉള്ളത് കൊണ്ടല്ലേ? എന്താ മിണ്ടാത്തെ? ആഭിചാരവും മന്ത്രവാദമൊക്കെ ഉള്ളത് കൊണ്ടല്ലേ അഭിഷേകം തന്നേ? ഇല്ല പിന്നെ വീട്ടിൽ ചെന്ന് അപ്പോസ്തലപ്രവൃത്തി 10:38-39 വായിച്ചു നോക്ക്. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും പിന്നെ അവൻ നന്മ ചെയ്തു. പിന്നെ ഭൂതം ബാധിച്ച സകലതിനെയും പുറത്താക്കി. എന്തിനാണ് അഭിഷേകം ദൈവം തന്നെന്നറിയാമോ? ഈ ഭൂതങ്ങളെയെല്ലാം പുറത്താക്കാനാ. ആഭിചാരം കൊണ്ടും മന്ത്രവാദം കൊണ്ടും മണ്ണിൽ അവകാശം പറഞ്ഞ് വ്യാമൻ പിടിച്ചെടുക്കുവാൻ, ഇല്ലാതെയാക്കാൻ, ഭക്ഷണത്തിലും പാനീയത്തിലും വയറിൻ്റെ അകത്ത് കൊടുത്ത് ഇല്ലാതെയാക്കാൻ പിശാചിൻ്റെ സേന എതിർഭാഗത്ത് നിൽക്കുകയാണ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അഭിഷേകത്തോടെ നിൽക്കുന്നിടത്തോളം കാലം ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. Praise the Lord. ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് ഏറ്റുമുട്ടൽ ദൈവസഭ ജയിക്കുന്നതായിരിക്കും. ഇതൊരു ആത്മമണ്ഡലത്തിലെ യുദ്ധമാണ്. കാണാത്ത തലത്തിൽ ഈ വചനം കയറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ ഇത്രയും പേര് എൻ്റെ സന്ദേശം കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നെങ്കിലും നിങ്ങൾ ഈ രാത്രി വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഈ വചനം നിങ്ങളുടെ വീട് വിസിറ്റ് ചെയ്യാൻ പോകുകയാ. ഈ വചനം നിങ്ങളുടെ വീട്ടിൽ ചെല്ലും. ഈ വചനം നിങ്ങളുടെ വീട്ടിൽ ചെല്ലും. ഈ വചനം നിങ്ങളുടെ വീട്ടിൽ ചെല്ലും. Thank you Jesus. Hallelujah. ഗെരിസീം പർവ്വതത്തിൽ അനുഗ്രഹം പറയണം, ഏബാൽ പർവ്വതത്തിൽ ശാപം പറയണം. ഞാൻ പെട്ടെന്ന് എൻ്റെ വാക്കുകൾ മുമ്പോട്ട് കൊണ്ടുപോയി ഉപസംഹരിക്കട്ടെ. ഒരു സൈഡിൽ ഗെരിസീം, മറു സൈഡിൽ ഏബാൽ, ഒരു സൈഡിൽ യേശു, ഒരു സൈഡിൽ ശമരിയക്കാരി സ്ത്രീ. വേർപാടിൻ്റെ നടുച്ചുവർ രണ്ടായി ഇടിച്ചു കളഞ്ഞു. യേശു പറയാ, നീ ദൈവത്തിൻ്റെ ദാനമെന്നും. ഒന്ന്, നീ തന്നെ ദൈവത്തിൻ്റെ ദാന. രണ്ട്, നീ ദൈവത്തിൻ്റെ ദാനമായി ഇപ്പം ഇവിടെ നിൽക്കുന്ന എന്നെ നീ അറിയണം. നീ ദൈവത്തിൻ്റെ ദാനവും
നിന്നോട് കുടിപ്പാൻ ചോദിച്ചവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് കുടിക്കാൻ ചോദിച്ചേനെ, അവൻ നിനക്ക് ജീവനുള്ള വെള്ളം കുടിക്കാൻ തന്നേനെ. ഈ വെള്ളം കുടിക്കുന്നവനൊക്കെ പിന്നെയും ദാഹിക്കും, പക്ഷെ ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അന്ന് ശമരിയ സ്ത്രീയുടെ മാനസാന്തരത്തിൻ്റെ സമയമായിരുന്നു. അവൾ ഓടിച്ചെന്ന് നാട് മൊത്തം ഡിക്ലെയർ ചെയ്തു, ഞാൻ മശീഹായെ കണ്ടു. ഫസ്റ്റ് ഇവാഞ്ചലിസ്റ്റ് തന്നെ പോവുക, സുവിശേഷം പറയാം, ഞാൻ മശീഹായെ കണ്ടത്. എടാ, ഇത് മതപരിവർത്തനമൊന്നുമല്ല. ഒരു വല്ലാത്ത രീതി ജീവിച്ചൊരു കക്ഷിയായി യേശു തൊട്ടപ്പം കെട്ടഴിഞ്ഞ് വന്നതാണ്. ഛത്തീസ്ഗഡിലും യു പിയിലും എല്ലാം നടക്കുന്ന ഇതല്ലാതെ ചുമ്മാണ്ട് മതപരിവർത്തനമാണെന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കാതെ കള്ളും കുടിച്ച് പേപ്പട്ടി പോലും കുടിക്കാത്ത പേവെള്ളം വലിച്ചു കുടിച്ച് വഴിയിൽ പരിങ്ങുന്ന പല അച്ചാച്ചന്മാരെയും സുവിശേഷം തൊട്ടപ്പോൾ അവൻ രക്ഷപ്പെട്ട് ഇന്ന് വീട്ടിൽ കിടന്നുറങ്ങുക. ആ പരിവർത്തനം ആത്മാവിൻ്റെ പരിവർത്തനമാണ്. ഹല്ലേലൂയ. ഞാൻ കൈമാറുകയാണ്. ആൻറ്റി കൺവേർഷൻ ബില്ല് കൊണ്ടുവന്ന് ജലസ്നാനത്തെ തടുക്കാൻ നോക്കും പിശാചെ, പക്ഷേ നിൻ്റെ ഒരു ബില്ലിനും ആത്മസ്നാനത്തെ തടുക്കാൻ ഒക്കത്തില്ല. ഇത് മനുഷ്യൻ ചെയ്യുന്നതല്ല. ജലസ്നാനം ദൈവദാസന്മാരാ ചെയ്യുന്നത്, ആത്മസ്നാനമാ യേശുവാ ചെയ്യുന്നത്. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ നിങ്ങളെ ആത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഈ ശമരിയ ആദ്യത്തെ വിടുതൽ ശമരിയക്കാരി സ്ത്രീയുടെ. യേശു ശമരിയിൽ കൂടി പോകേണ്ടതായി വന്നു. രണ്ടാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ 2-ാം ഭാഗത്തിൽ നമ്മൾ വായിച്ചു. 5-ാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. അങ്ങനെയല്ലേ വചനം പറയുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രിസ്തുവിനെ പ്രസംഗിച്ച് ആദ്യം ശമരിയയുടെ കെട്ടഴിക്കാൻ പോയത് നസറായനായ യേശുവാണ്. ഇപ്പോഴത്തെ നോക്കിക്കേ, ശമരിയെ പോയി വചനം പ്രസംഗിക്കുകയാണ് ആര്? നസറായന ഫിലിപ്പോസ് എന്ന സുവിശേഷൻ. ബൈബിൾ പറയുന്നു. നിങ്ങൾ ആ 7ഉം 8ഉം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഒരു രക്തസാക്ഷിത്വ മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ആ രക്തസാക്ഷിത്വ മരണമെന്ന് പറഞ്ഞ് സ്തെഫാനോസിൻ്റെ മരണമാണ്. ബൈബിൾ പറയുന്നുണ്ട് യെരുശലേമിലെ പല വാതിലുകളിൽ ഒന്നാണ് സിംഹവാതിലിൻ്റെ അകത്തുനിന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് ഉന്തി തള്ളി പുറത്ത് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി നോക്കി നിൽക്കെ അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് കൊന്നു. അദ്ദേഹം ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവിൻ്റെ വലഭാഗം നസ്രായൻ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം. ദൈവസഭയുടെ ആദ്യത്തെ രക്തസാക്ഷി സ്തെഫാനോസാണ്. ഒരു കാര്യം പറയാതിരിക്കാൻ ഒക്കത്തില്ല, ഈ സുവിശേഷത്തെ പരിപോഷിപ്പിച്ചതൊന്നും പണത്തിൻ്റെ അകത്ത് വെച്ചല്ലായിരുന്നു. ഭക്തന്മാർ ചോര കൊടുത്തായിരുന്നു. ഞാനത് വിശദീകരിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് 9 മണിക്ക് നിർത്താൻ ഒക്കാതെ വരും. ശ്രദ്ധിക്കൂ. എങ്കിലും 1-2 കാര്യം പറയാം. ചർച്ച് ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടേ അറിയാം, ചോരയ്ക്കകത്ത് വളർന്ന മാർഗമായി സുവിശേഷം. ഇതൊന്നും പട്ടുമെത്തയിലോ പണത്തിലോ അതിൻ്റെ ഹുങ്കിലോ വളർന്നതൊന്നുമല്ല. അതുകൊണ്ടാണ് നമ്മുടെ അച്ചാച്ചന്മാർ അടിച്ചൊതുക്കാൻ നോക്കിയിട്ട് ഇത് ഒതുങ്ങാത്ത കാര്യം. കുരുത്തത് തീക്കകത്താണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്രിസ്ത്യാനിറ്റി സംരക്ഷിക്കപ്പെട്ടത് അരമനകളിലല്ലായിരുന്നു, ഗുഹകളിലായിരുന്നു. ക്രിസ്ത്യാനിറ്റി അങ്ങനെയായിരുന്നു. ആദ്യകാലങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി ഒത്തിരി ഉപദ്രവിക്കപ്പെട്ടൊരു സമയമുണ്ട്. എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി രാജകീയ മതമല്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നല്ലേ ക്രിസ്ത്യാനിറ്റിക്ക് ഇത്രയും കളർഫുള്ളായത്. ഇന്ത്യയിൽ എന്തോരം ക്രിസ്തീയ രാജ്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ എന്തോരം ക്രിസ്തീയ രാജ്യങ്ങൾ. പ്രൈസ് ഗോഡ്. ശക്തമായി നിൽക്കുന്ന ക്രിസ്തീയ രാജ്യങ്ങൾ. ഈവൻ നൈജീരിയ പോലും ക്രിസ്തീയ രാജ്യമാണ്. പക്ഷേ അവിടെയുള്ള നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്ത്യാനികളെ ജീവനോടെ പച്ചയ്ക്ക് കത്തിക്കുകയാണ്, ജീവനോടെ കുഴിച്ചു മൂടുക, അവരുടെ രാജ്യമാക്കുവാൻ. എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഒത്തിരി മുസ്ലിം സഹോദരങ്ങൾ ക്രിസ്ത്യാനിറ്റിയെ ചുട്ട് കരിച്ചിട്ടുണ്ട്. നൈജീരിയയിൽ നടക്കുന്ന അത് തന്നെയാണ്. എങ്ങനെയെങ്കിലും ആ രാജ്യം മുസ്ലിം കൺട്രിയാക്കി മാറ്റാൻ അവർ നെട്ടോട്ടം ശ്രമിക്കട്ടെ. കാരണം ഇത് ചോരയ്ക്കകത്ത് വളർന്ന മാർഗമാണ്. സിറിയ പോലെയുള്ള രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ കഴുത്താണ് വെട്ടിക്കളഞ്ഞത്. കടലിൽ രക്തം അവർ ഒഴിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഭാഗത്ത് ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ കൊല്ലപ്പെടുമ്പോൾ മറുഭാഗത്ത് കോടിക്കണക്കിന് ആത്മാക്കളെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നത് പീഡിപ്പിക്കും തോറും പെരുകുന്ന ഒരു ജനമാണ് ഈ ജനം.
ടർക്കിയുടെ ക്യാപിറ്റലാകുന്ന ഇസ്താംബൂളിൽ ചെല്ലുമ്പോൾ അവിടെ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. അമ്പരചുംബിയായി തല ഉയർത്തി നിൽക്കുന്നൊരു പള്ളി. 1.5 ലക്ഷം ക്രിസ്ത്യാനികളുടെ ചുടു നീണം വീണ മണ്ണിൽ പണിതിരിക്കുന്ന പള്ളിയാണ് ഹാഗിയ സോഫിയ ചർച്ച് എന്ന് പറയുന്നത്. ടർക്കി ക്രിസ്ത്യാനിത്വത്തിൻ്റെ വേര് തേരോടിയ മണ്ണായിരുന്നു. അപ്പോസ്തലന്മാർ ഫിലിപ്പോസിനെ പോലെ, പിന്നെ യോഹന്നാനെ പോലെ, തിമോത്തിയെ പോലെ, പിന്നെ അപ്പോസ്തലനാകുന്ന പൗലൂസിനെ പോലെ ശക്തന്മാരുടെ വിയർപ്പും രക്തവും ഒഴുകിയൊരു മണ്ണായിരുന്നു ടർക്കി. ക്രിസ്ത്യാനിത്വത്തെ എടുത്തുയർത്തിയൊരു മണ്ണായിരുന്നു. പക്ഷേ ക്രിസ്ത്യാനിയെ മുഴുവൻ ഉപദ്രവിച്ച് മുസ്ലിം സഹോദരങ്ങൾ ടർക്കി എന്നുള്ള ക്രിസ്തീയ രാജ്യം മുസ്ലിം കൺട്രിയാക്കി മാറ്റുകയായിരുന്നു എന്നുള്ളത് ചരിത്രത്തോട് കണ്ണടയ്ക്കാൻ കഴിയാത്ത ഒരു സത്യവും കൂടിയാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ചെല്ലുമ്പോൾ 1.5 ലക്ഷം ക്രിസ്ത്യാനികൾ പിടഞ്ഞു വീണ് മരിച്ച ആ ഇസ്താംബൂളിൽ പണിതുയർത്തിയ ഹാഗിയ സോഫിയ ചർച്ചിൻ്റെ അകത്തോട്ട് കയറുമ്പോഴേ ആ സഹോദരങ്ങൾ പറയും, പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട, നിങ്ങളുടെ പരിപാടിയൊന്നും ഇവിടെ വേണ്ട, കണ്ടിട്ട് കയറാം. അതൊരു നല്ല മോസ്ക് പോലെ അവർ കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ അവരുടെ പൗരോഹിത്യ ശുശ്രൂഷകളൊന്നും അതിൻ്റെ അകത്ത് നടന്നിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇത് അവരുടെ കയ്യിലാണ്. ഞാൻ അതിൻ്റെ അകത്ത് കയറി കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവേ ഇത് ക്രിസ്ത്യാനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ. കാര്യം മേളി ഇരുന്നു കൊണ്ട് ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ചില സമയം വരെ അവൻ കണ്ണടച്ച് കളയുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ജാമ്യക്കാരൻ മറഞ്ഞിരിക്കുകയില്ല, എൻ്റെ ജാമ്യക്കാരൻ വെളിപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദ ലോർഡ്. ക്രിസ്ത്യാനിറ്റി രാജകീയ മതമല്ലാതിരുന്നൊരു കാലങ്ങളിലായിരുന്നു നീറോ പോലെയുള്ള ശക്തന്മാർ ക്രിസ്ത്യാനിറ്റിയെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത്. ഇന്ന് സൗദി അറേബ്യയിൽ ചെന്നാൽ നമുക്കൊരു ക്രിസ്തീയ പള്ളി കാണാൻ കഴിയുകയില്ല. കാര്യം എന്താ? ക്രിസ്ത്യാനിറ്റി അവിടെ രാജകീയ മതമല്ലാതെയായി മാറി. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് അവിടെ യാതൊരു വേരും ഇല്ലാതെയായി മാറി. ഇതുപോലെയുള്ള കാലങ്ങളായിരുന്നു ആദ്യ കാലങ്ങൾ. ആ കാലങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി രാജകീയ മതമായി മാറുവാൻ ഉപയോഗിച്ചൊരു വലിയ മനുഷ്യനാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്ന് പറയുന്ന കുസ്തന്തിനോസ് ചക്രവർത്തി. അദ്ദേഹം സ്വപ്നം കണ്ടു, ക്രൂശിത രൂപം കണ്ടു. അങ്ങനെയാണ് അദ്ദേഹം ക്രിസ്ത്യാനിയായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ അമ്മ ഹെലന എന്ന് പറയുന്ന സ്ത്രീയോട് ക്രിസ്ത്യാനിറ്റി ഒത്തിരി കടപ്പെട്ടിട്ടുണ്ട്. ഭൂകമ്പങ്ങൾ ഉണ്ടായി മണ്ണിനടിയിൽ പോയ ബൈബിൾ നാടുകൾ മുഴുവൻ കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച് മുമ്പിൽ നിന്നുകൊണ്ട് ആ ബൈബിൾ നാടുകൾ എക്സ്കവേറ്റ് ചെയ്ത് പുറത്തെടുത്ത ധീര വനിതയാണ് ഹെലന എന്ന് പറയുന്ന സ്ത്രീ. അതുകൊണ്ട് അവർ രണ്ടുപേരോടും ക്രിസ്ത്യാനിറ്റിക്ക് ഒത്തിരി കടപ്പാടുണ്ട്. രക്തസാക്ഷികളുടെ സമ്മേളനം എന്നുള്ള അപരനാമത്താൽ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ചർച്ച് ഹിസ്റ്ററിയിലെ കുറച്ച് കൗൺസിലുകളുണ്ട്, സുനഹദോസുകളുണ്ട്. നമുക്ക് എറണാകുളത്തിനടുത്ത് എന്ന് കഴിഞ്ഞാൽ ഉദയംപേരൂർ സുനഹദോസ് എന്ന് പറഞ്ഞൊരു പള്ളിയുടെ മുമ്പിൽ വലിയ ബോർഡ് കാണാൻ കഴിയും. ക്രിസ്ത്യാനിറ്റിയുടെ ആദ്യത്തെ സുനഹദോസ് അല്ലെങ്കിൽ കൗൺസിൽ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായമാണ് ജെറുസലേം കൗൺസിൽ. അതിനുശേഷമുള്ള നിക്കയ കൗൺസിൽ, സെനാറ്റോ സെറായി കൗൺസിൽ, എഫസോസ് കൗൺസിൽ, ഇസ്താംബുൾ കൗൺസിൽ, ഇതൊന്നും ക്രിസ്ത്യാനിറ്റിക്ക് മറക്കാൻ കഴിയുന്നതല്ല. ആദ്യത്തെ സുനഹദോസ് ടർക്കിയിൽ വിളിച്ചു കൂട്ടിയപ്പോൾ 300-ലധികം ബിഷപ്പുമാരാണ് വേൾഡ് വൈഡായിട്ട് ആ ക്രിസ്ത്യാനിറ്റിയുടെ കൗൺസിലിൽ കടന്നു വന്നത്. ആ കൗൺസിലിൻ്റെ പേര് രക്തസാക്ഷികളുടെ സമ്മേളനം എന്നാണ്. എന്തിനാണ് അങ്ങനെ ഒരു പേര് കൊടുത്തെന്നറിയാമോ? രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മരിച്ചുപോയി, രക്തം ചിന്തി മരിച്ചവർക്ക് രക്തസാക്ഷി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ജീവനോടിരിക്കുന്ന 300-ലധികം പേരാണ് വന്നത്. അതുകൊണ്ട് ആ സമ്മേളനത്തിനിട്ടത് രക്തസാക്ഷികളുടെ സമ്മേളനം. കാര്യം എല്ലാ അവയവവും ഉണ്ടായിരുന്ന ഒരാൾ പോലും ആ ദൈവദാസന്മാരിൽ ഇല്ലായിരുന്നു. ഒന്നുകൂടെ പറയുന്നു, എല്ലാ അവയവങ്ങളും ഉണ്ടായിരുന്ന ഒരു പാസ്റ്റർ പോലും, ഒരു ബിഷപ്പ് പോലും അവരുടെ നടുവിൽ ഇല്ലായിരുന്നു. ഒരു പക്ഷേ ഒരു കണ്ണില്ലാത്തവർ, ഒരു കാതില്ലാത്തവർ, വിരലുകളെല്ലാം ഇല്ലാത്തവർ, 2-ൽ 1 കൈ മുറിച്ച് മാറ്റപ്പെട്ടവർ ഒക്കെ ആയിരുന്നു അന്നവിടെ ഉണ്ടായിരുന്നത്. തൂണിലേക്ക് പിടിച്ചു കെട്ടി ഇരുമ്പ് ദണ്ണം കൊണ്ട് പഴിപ്പിച്ച് ജീവനോടെ പച്ച മാംസം ഉരുക്കി, പച്ച എല്ല് ഉരുക്കി കളഞ്ഞ് ജീവന് വേണ്ടി പെടയുന്ന 100 കണക്കിന് ക്രിസ്ത്യാനികളുടെ അലമുറയിട്ട ശബ്ദം അന്തരീക്ഷത്തിൽ ഇന്നും മുഴങ്ങി നിപ്പുണ്ട്. അവർ നിനക്കും എനിക്കും പിടിക്കാൻ തന്നതായി ഈ പുസ്തകം. അവരാണ് ഇത് ക്രോഡീകരിച്ചു തന്നത്. ഇത് ഏതോ പ്രിന്റിംഗ് പ്രസ് പ്രിന്റ് ചെയ്തതാണെങ്കിൽ ഇത് കാത്തു സൂക്ഷിച്ച കുറെ ഭക്തന്മാർ ഈ മണ്ണിലുണ്ടായിരുന്നു. ചോരക്കകത്ത് അവർ കാത്തു സൂക്ഷിച്ചത് നിനക്ക് സൂക്ഷിക്കാൻ, പൊന്നുപോലെ സൂക്ഷിക്കാൻ എൻ്റെയും നിൻ്റെയും കയ്യിലേക്ക് വെച്ച് നീട്ടിയെങ്കിൽ ഇത് കയ്യിലിട്ട് അമ്മാനമാടരുത്. പൊന്നുപോലെ സൂക്ഷിച്ച് കണ്ണടയുന്നതിന് മുമ്പ് ഈ കുഞ്ഞുങ്ങളെ പോലെ അടുത്ത തലമുറയുടെ കയ്യിലേക്ക് ബാറ്റൻ കൊടുക്കാൻ തൻ്റെ ഇടമുള്ള ദൈവമക്കളാകണം ഞാനും നിങ്ങളും. 8-ാം അധ്യായം തുടങ്ങുമ്പോൾ ബൈബിൾ പറയുന്നു, അന്ന് സഭയ്ക്ക് ഒരു ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ സകലരും യഹൂദ്യ ശമരിയ ദേശങ്ങളിലേക്ക് ചെതറിപ്പോയി. ഇനി ഞാൻ പറയുന്നത് നിർണായകമാകുന്ന ചില പദങ്ങളാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ എന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നല്ല ശ്രദ്ധയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
1:8 ബൈബിൾ പറയുന്നു, യേശു പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ച് യെരൂശലേം, യഹൂദിയ, ശമരിയ, പിന്നെ ഭൂമിയുടെ അറ്റം വരെ സാക്ഷികളാകും. ആമീൻ. 1:8 യേശു ഇത് പറഞ്ഞെങ്കിൽ 2 സഭയുണ്ടാകുന്നു, ആത്മാവ് ഇറങ്ങി വരുന്നു. 2 യെരൂശലേമിൽ സാക്ഷീകരിക്കുന്നു. 8 വരുമ്പോൾ സഭ ചെതറാൻ തുടങ്ങി യഹൂദിയ, ശമരിയ നാടുകളിലേക്ക്. ശ്രദ്ധിക്കൂ, 1:8 നിറവേറിയത് 8:1 എന്ന് വെച്ചാൽ ഉപദ്രവം വന്നപ്പോൾ ഒരിടത്തെല്ലാവരും കൂടെ തമ്പടിച്ചൊന്നിച്ചിരിക്കുന്നത് സുവിശേഷത്തിന് അന്ന് അത്ര ഭൂഷണമല്ലാതെ തോന്നി. എല്ലാവരും വന്ന് എൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് എന്നെ ഫോക്കസ് ചെയ്ത് ഞാൻ പറയുന്നത് കേട്ട് ഞാനാ നിങ്ങളുടെ വലിയ ഞാനാ നിങ്ങളുടെ കൊച്ചി രാജാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ യെരൂശലേമിൽ വട്ടം കൂടിയിരിക്കാൻ തമ്പുരാൻ അന്നും സമ്മതിക്കില്ല, ഇന്നും സമ്മതിക്കില്ല. ചെതറിപ്പോയില്ലെങ്കിൽ, നിയോഗത്തിൽ പോയില്ലെങ്കിൽ നിമിത്തങ്ങളിൽ പോകേണ്ടതായി വരും. ഒന്നുകൂടെ പറയുന്നു, നിയോഗത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നിമിത്തങ്ങളിൽ പോകേണ്ടതായി വരും. മറന്നു പോകരുത്. കർത്താവിൻ്റെ വേല ചെയ്യാൻ അന്തരാത്മാവിൽ വിളിയുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ, അമ്മയോ അപ്പനോ സുവിശേഷത്തിന് വേണ്ടി നേർന്ന മക്കൾ ആരെങ്കിലും ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ആ ദൂതനോട് നിങ്ങൾ വിഘടിക്കരുത്. കർത്താവ് നിന്നെ ഏൽപ്പിച്ച വേലയും നീ തിരിച്ചു വരുന്നത് വരെ സ്വസ്ഥതയില്ലാത്ത ഓട്ടമായിരിക്കും. സഹോദരങ്ങളെ, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ നിങ്ങളെ നോക്കി കമാൻഡ് ചെയ്യുകയാണ്, പ്ലീസ്, കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ വേലയ്ക്ക് വേണ്ടി കലപ്പയിൽ കൈവെക്കാമെന്ന് ദൈവത്തോട് നീ നേർന്നിട്ടുണ്ടെങ്കിൽ, നേർന്നിട്ട് നിരൂപിച്ച് കെണിയിൽ വീഴുന്നതിനേക്കാൾ നല്ലത് നേർച്ച സംഭവിക്കട്ടെ. അതുപോലെ തന്നെ ഒരു റീഡെഡിക്കേഷൻ്റെ രാത്രിയായി മാറട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉപദ്രവം നേരിട്ടപ്പോൾ ബൈബിൾ പറയുന്നത് അപ്പോസ്തലന്മാർ ഒഴികെ സകലരും യഹൂദിയ, ശമരിയ ദേശങ്ങളിലേക്ക് ചെതറിപ്പോയി. 8:5 ഫിലിപ്പോസ് ചെതറി ഓടിപ്പോയത് ശമരിയയിലേക്കായിരുന്നു. യേശു ശമരിയയിൽ കൂടി പോകേണ്ടതായി വന്നു. ഇത് ഉപദ്രവം ഹേതുവാൽ ഓടിപ്പോയതാ. ചെന്നപ്പോൾ നാട് ശമരിയാണെന്നറിഞ്ഞു. അയ്യോ, ശമരിയല്ലേ, ഇങ്ങനത്തെ ഒരു വർഗത്തിൻ്റെ ഇടയ്ക്ക് എന്ത് വേല നടക്കും എന്നോർത്ത് അദ്ദേഹം അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയല്ലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ഉറപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉറപ്പ്, തൻ്റെ മേലൊരു അഭിഷേകമുണ്ട്, തൻ്റെ മേലൊരു സെലക്ഷനുണ്ട്. പണ്ടേ ചോറ് വിളമ്പാൻ വേർതിരിക്കപ്പെട്ട ഒരു സംഭവം 6-ാം അധ്യായത്തിലുണ്ട്. ഞാൻ എൻ്റെ ശൈലി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എബ്രായരും ഗ്രീക്കുകാരും തമ്മിലുള്ള ഭക്ഷണമേശയിലെ പ്രശ്നവും തർക്കവും ഒക്കെ സംഭവിക്കുമ്പോൾ അപ്പോസ്തലന്മാർ ചെയ്തത് വിശ്വാസവും ജ്ഞാനവും പരിശുദ്ധാത്മാവും നല്ല സാക്ഷ്യവുമുള്ള 7 സെലക്ട് ചെയ്തു. അതിലൊന്നാണ് സ്തെഫാനോസ്, അതിലൊന്നാണ് ഫിലിപ്പോസ്. ഭക്ഷണമേശയിലെ ശുശ്രൂഷിക്കാൻ വിളിച്ചതെങ്കിലും അതിൻ്റെ ക്വാളിറ്റി എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് വേണം, വിശ്വാസം വേണം, ജ്ഞാനം വേണം, നല്ല സാക്ഷ്യം വേണം. ചേർത്ത് വെച്ചാൽ അഭിഷേകമില്ലാത്ത ഒന്നിനെ പോലും ഭക്ഷണമേശയിൽ ഭക്ഷണം വിളമ്പാൻ അപ്പോസ്തലന്മാർ സെലക്ട് ചെയ്യുകയില്ലായിരുന്നു. ആ സെലക്ഷൻ കിട്ടിയ ഫിലിപ്പോസ് ഓടിച്ചെന്ന് തനിക്ക് തന്നെ അറിയാം, തൻ്റെ ദൈവത്തിനും തന്നെ അറിയാം. താൻ അവിടെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ പ്രസംഗിക്കാൻ തുടങ്ങി. കൂടെ നിന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല. എൻ്റെ സന്ദേശം കേൾക്കാൻ ഇത്രയും പേരുണ്ട്. എനിക്ക് കീബോർഡ് വായിച്ചോ, ഇവിടെ വർഷിപ്പ് ചെയ്യുന്ന സഹോദരങ്ങളുണ്ട്, ഋതംപാട് വായിക്കുന്നവരുണ്ട്, പാസ്റ്റേഴ്സ് ഉണ്ട്. ഇത് മറ്റുള്ളവരിലേക്ക് കൈമാറുന്ന വീഡിയോ ക്യാബിൻ ക്രൂ ഉണ്ട്. പക്ഷേ ഫിലിപ്പോസിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് 0 ബാലൻസിൽ പറയുവാൻ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തൊരു വലിയ മനുഷ്യൻ, ഒരു യുവ സുവിശേഷകൻ ചെന്ന റോഡ് സൈഡിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. 3-ാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഫിലിപ്പോസിൻ്റെ വചനം കേട്ടുകൊണ്ട് ജനം ഓടി വരാൻ തുടങ്ങി. അവരുടെ രോഗികൾ സൗഖ്യമാകാൻ തുടങ്ങി, ഭൂതങ്ങൾ വിട്ടുമാറാൻ തുടങ്ങി, ദുരാത്മാക്കൾ വ്യക്തികളിൽ നിന്ന് മാറാൻ തുടങ്ങി. അതുവരെ കെട്ടഴിയാത്ത ശമരിയ കെട്ടഴിയാൻ തുടങ്ങി. യേശു ശമരിയിൽ കൂടി പോകേണ്ടതായി വന്നു. ശമരിയക്കാരി സ്ത്രീയുടെ കെട്ടഴിച്ച് യേശു തിരികെ വന്നു. ബൈബിൾ പറയുന്നു, ഇവിടെ ഫിലിപ്പോസ് എന്നപ്പോൾ ശമരിയ ജാതി മുഴുവൻ ഇളകാൻ തുടങ്ങി. അതൊരു മാസ് റിവൈവലായിരുന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യുകയാണ്. ഒരു ദേശത്തെ ഉണർത്താൻ വിളിയുള്ള ചിലർ ഇതിൻ്റെ അകത്തുണ്ട് എങ്കിൽ ഇന്ന് രാത്രി ശാപത്തിൻ്റെ തിരശീല കീറിക്കളഞ്ഞ് അനുഗ്രഹത്തിൻ്റെ ആത്മമാരിയുമായി ഓടുവാൻ, അഭിഷേകത്തിൻ്റെ മാൻഡിൽ വീണ് പ്രൊഫറ്റിക് മാൻഡിൽ തലയിൽ സ്വീകരിച്ച് ഒരു വലിയ ജനതയുടെ വിടുതലിന് വേണ്ടി തീ പോലെ നിൽക്കാൻ കരുത്തുള്ളവർ അല്പസമയം കരമടിച്ച് ആത്മനിറവിൽ സ്തോത്രം ചെയ്യുക. എൻ്റെ സൈഡിലിരിക്കുന്ന അഭിഷിക്തന്മാരെ നോക്കി ഇന്ന് രാത്രി ഞാൻ പ്രവചിക്കുകയാണ്. ഒരു സഭയിലെ ശുശ്രൂഷയായിരിക്കാം ദൈവം നമ്മെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ തീർന്നു പോകത്തില്ല. ഏതോ ഒരു നാടിനെ വിടിവിക്കാൻ, ഏതോ ഒരു നാടിനെ ഉണർവിലേക്ക് കൊണ്ടുവരാൻ, ഏതോ ഒരു സ്റ്റേറ്റിനെ ഉണർവിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് നമ്മെ വേർതിരിച്ചിരിക്കുകയാ. പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുകയാ.
Arabi Andalaraya Balkatala Kabanaga, Andalaraya Praushasia, Andalaraya Bakatara Baganagasia. In the name of Jesus, in the name of Jesus. ദൈവം എന്നെ ഉപയോഗിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമക്കൾ മാത്രം അല്പസമയം സ്തുതിച്ചു തുടങ്ങുക. ദൈവം യൂസ് ചെയ്യാൻ പോകുകയാ. ഈ നാട്ടിലൊരു റിവൈവൽ നടക്കട്ടെ. ഈ ദൈവസഭയ്ക്കകത്തൊരു റിവൈവൽ നടക്കട്ടെ. ഈ നാട്ടിലൊരു ദൈവപ്രവൃത്തി നടക്കട്ടെ. ഒത്തിരി ജാതി മതസ്ഥ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ സ്നേഹത്താൽ അവർ പിടിക്കപ്പെടട്ടെ. എൻ്റെ കൂടെയുള്ള എല്ലാ അഭിഷിക്തന്മാരെയും ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ തൊടുകയാണ്. എല്ലാവരെയും ദൈവം യൂസ് ചെയ്യട്ടെ. ഭാരതത്തിൻ്റെ അകത്തൊരു വലിയ വേല ചെയ്യാൻ ഈ സഭയ്ക്കകത്ത് നിയോഗമുണ്ട്. നിങ്ങളുടെ സഭയ്ക്കകത്ത് ഭാരതത്തിൻ്റെ അകത്ത് വേല ചെയ്യാൻ നിയോഗമുണ്ട്. ചില ഭാഷക്കാരെ തൊടാൻ നിയോഗമുണ്ട്. നിങ്ങളുടെ സഭ ഒരു മിഷൻ ചർച്ചായിട്ട് മാറാൻ പോകുകയാ. ഒരു മിഷൻ മേഖലയിലേക്ക് മൂവ് ചെയ്യുകയാ. അതിനുള്ള നന്മ ദൈവം നിങ്ങൾക്ക് തരാൻ പോകുകയാ. നിങ്ങളുടെ സഭ ഉത്തരേന്ത്യയിൽ ചില ചർച്ചസ് പണിയാൻ പോകുകയാ. ചില ഗ്രാമങ്ങളെ ദത്തെടുക്കാൻ പോകുകയാ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രാർത്ഥിക്കാം. എല്ലാവരും ചാടി എഴുന്നേറ്റ് അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഓൾ സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. Oh, Jesus' name, Jesus' name, Jesus' name, Jesus' name, Jesus' name. Jesus' mighty name. Baralabakatalaraba. Belkos ketekelerabekatarabaka. Baskaraychas. പ്രാർത്ഥിച്ചു തുടങ്ങുക. Jesus. Jesus. Arabakata jasata kalakabakas. ആരാധനെ ഉമക്ക് ആരാധനെ ഉമക്ക് കണ്ണുകളെ ഒന്ന് അടച്ച് കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് അവരവരെ ഒന്ന് സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആരും ഫോക്കസ് ചെയ്യണ്ട. നമുക്കൊരുമിച്ച് അല്പസമയം അവൻ്റെ സാന്നിധ്യം അനുഭവിക്കാം. ആരാധനെ ഉമക്ക് 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 ആരാധനെ സഭ പാടിക്കേ. സിംഹാസനത്തിൽ വേണ്ടിയിരിക്കും പരിശുദ്ധരേ ആ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചത് പാടിക്കേ. ഓ പരിശുദ്ധരേ ആരാധനെ ഉമക്ക് ആരാധനെ
ആരാധനേ ഉമക്ക്. ആദിയുമന്ത്യം ആനവരേ, അൽഫാവോമേഗാവും ആനവരേ. ആദിയുമന്ത്യം ആനവരേ, അൽഫാവോമേഗാവും. ആരാധനേ 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 ആരാധനേ. ഓ നീരില്ലാതെ നാളല്ല നാളാകുമോ, നീരില്ലാതെ വാഴ്വല്ല വാഴ്വാകുമാ. നീരില്ലാതെ നാളല്ല നാളാകുമാ, നീരില്ലാതെ വാഴ്വെല്ലാം. One more time. ഓ നീരില്ലാതെ നാളല്ല നാളാകുമാ, നീരില്ലാതെ വാഴ്വെല്ലാം. ഓ ആരാധനേ 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 ആരാധനേ. One more time. ഓ ആരാധന. हम है तेरे ही हाथों की रचना, हम पाँव रहे तेरी करुणा. धन मन धन हमारा तेरा है, इन शैतान को छूने न देना. हम है तेरे ही हाथों की रचना, हम पर रहे तेरी करुणा. तन मन धन हमारा तेरा है, इन शैतान को छूने न देना. बढ़ गए. ഒരു നിയോഗം കർത്താവ് എനിക്ക് തരുന്നു. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് രാത്രി ചിലർ വിടുവിക്കപ്പെടാൻ പോവാ. പിശാച് കെട്ടിവെച്ച ശാപത്തിൻ്റെ കെട്ട് നിന്നെ തല്ലി തകർക്കുന്നെങ്കിൽ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്നാ ബൈബിൾ പറഞ്ഞേ. എങ്കിൽ അവൻ ഇന്ന് രാത്രി വന്നത് കെട്ടാനല്ല, അഴിക്കാനാ വന്നേ. അവൻ അഴിക്കാനാ വന്നേ.
അവന് പത്രോസിനോട് പറഞ്ഞ, നീ ഇവിടെ അഴിക്ക്, ഞാൻ അവിടെ അഴിക്കാം. എങ്കിൽ ഇത്രയും ദൈവദാസന്മാർ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ മേൽ ദൈവം പകർന്ന അഭിഷേകം അഴിക്കുന്ന അഭിഷേകമാകയാ. ഈ രാത്രി ഒരു അഴിവ് നടക്കട്ടെ. ചിലരുടെ ശരീരത്തിലെ രോഗങ്ങൾ, ബാക്ക് പെയിനുകൾ, ഹെഡേക്കുകൾ, മൈഗ്രെയിൻ പോലെയുള്ള തലവേദനകൾ, തൈറോയിഡ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, ആർത്രൈറ്റിസുകൾ, സ്കിൻ ഡിസീസുകൾ, ആസ്മ രോഗങ്ങൾ, ശ്വാസം മുട്ടലുകൾ, ഫിക്സ് രോഗങ്ങൾ, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, ക്യാൻസറുകൾ, ട്യൂമറുകൾ ഇന്ന് രാത്രി സൗഖ്യമാവുകയാ. നിന്റെ കുടുംബത്തെ വലച്ചുകൊണ്ടിരിക്കുന്ന അധ്വാന ഫലം മുഴുവൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാൻ പിശാചിട്ട മുഴുവൻ കെട്ടും ഈ രാത്രി അഴിയുകയാണ്. സൗഖ്യം സംഭവിക്കട്ടെ. കമാൻ, വായി തുറന്ന് സൗഖ്യം ഏറ്റെടുക്കുക. രോഗം കൊണ്ട് കെട്ടിയത് അടിപ്പിണർ കൊണ്ട് അഴിക്കുന്ന യേശുവിൻ്റെ ശക്തി. In the name of Jesus, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അല്പസമയം ദൈവത്തിന്റെ വിടുതൽ സ്വീകരിച്ചു കൊള്ളുക. നിന്റെ ശരീരത്തെ തകർക്കാൻ ഭക്ഷണത്തിലോ പാനീയത്തിലോ നിന്നെ മുടിക്കാൻ വേണ്ടി പിശാച് കൊടുത്ത് കെട്ടിയത് ഇന്ന് രാത്രി അഴിയുകയാണ്. യൗവനക്കാരെ, യൗവനക്കാരത്തികളെ, ഇന്ന് രാത്രി നിന്റെ ഭാവിയെ കുരുക്കാൻ എവിടെയെങ്കിലും വെച്ച് വേഷം മാറി വന്ന പിശാച് നിന്നെ കുരുക്കിയെങ്കിൽ റൈറ്റ് നൗ ഇൻ ജീസസ് നെയിം, യേശുവിന്റെ നാമത്തിൽ, പഴയ പാമ്പിന്റെ തലയെ കാൽവറിയിൽ തകർത്ത നസറായനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇളകിയാടുന്ന മുഴുവൻ അന്ധകാരത്തെയും ആത്മാവിൽ ഞാൻ ശാസിക്കുകയാണ്. എല്ലാ ശാപത്തിന്റെ ശക്തികളെയും ശാസിക്കുകയാ, എല്ലാ ശാപത്തിന്റെ കെട്ടുകളെയും ശാസിക്കുകയാ. പിതാക്കന്മാരുടെ കാലം മുതൽ അനുവർത്തിച്ചു വന്ന രോഗത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. അപ്പനും അമ്മയ്ക്കും ഷുഗർ ഉണ്ടെങ്കിൽ മക്കൾ അത് അനുഭവിച്ചേ പറ്റുവെന്നുള്ള പാരമ്പര്യ നിർബന്ധം ഇന്ന് രാത്രി ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്, ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പനും അമ്മയ്ക്കും പ്രഷർ ഉണ്ട്, ഷുഗർ ഉണ്ട് എന്നതുകൊണ്ട് നീ അത് ചുമക്കണ്ട. നീ അവരുടെ ബാക്കിയല്ല, നീ യേശുവിന്റെ ബാക്കിയാണ്. ഹീലാകട്ടെ, ഹീലാകട്ടെ, ഹീലാകട്ടെ. നീ ആ രോഗത്തെ റിജക്റ്റ് ചെയ്യുക, ആ രോഗത്തെ ക്യാൻസൽ ചെയ്യുക. കമാൻ, ആ രോഗത്തെ നീ ക്യാൻസൽ ചെയ്യുക. അത് നിനക്ക് വേണ്ട, ആ ശാപം നിനക്ക് വേണ്ട. ജനറേഷണൽ കേഴ്സസ്, ട്രഡീഷണൽ കേഴ്സസ് ഐ ബ്രേക്ക് ഇൻ ജീസസ് നെയിം. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. ഇന്ന് രാത്രി ജനം വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വിടുതൽ അവർ വീട്ടിൽ കാണട്ടെ. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുക. നിങ്ങൾ വീട്ടിൽ ചെന്നു, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തു നിങ്ങൾ കാണാൻ പോകുകയാ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഒരു വാക്കൂടെ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഫൈനലി കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുള്ള ആരെങ്കിലും ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും അപ്പനമ്മമാർ മക്കളെ കർത്താവിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരു കോള് നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ വേല ചെയ്യുന്നവരുണ്ട്, ഛത്തീസ്ഗഡിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നുണ്ട്, പഞ്ചാബുമായി ബന്ധമുള്ള കർത്തൃദാസൻ നമ്മുടെ കൂടെയുണ്ട്. ഇതൊരു മൾട്ടി ലാംഗ്വേജ് മീറ്റിംഗ് പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. ഇന്ന് രാത്രി കർത്താവ് തൻ്റെ ജനത്തോട് ഓട്ടർ കോൾ ചെയ്യുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്കൊരു വിളി എനിക്കുണ്ട് പാസ്റ്ററെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്നവർ മാത്രം കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കരങ്ങളെ തലയ്ക്ക് മുകളിൽ ഉയർത്തിപ്പിടിച്ചാട്ടെ. ചെറുപ്പക്കാരോ യൗവനക്കാരോ കുഞ്ഞുങ്ങളോ മാതാപിതാക്കന്മാരോ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പല കരങ്ങൾ ഉയരുന്നു. ഇവിടെ ഒരു യൗവനക്കാരൻ കൈ ഉയർത്തുന്നത് കാണുന്നു. ഇവിടെ നമ്മുടെ കുഞ്ഞുങ്ങൾ യൗവനക്കാർ, പുറകിൽ നമ്മുടെ യൗവനക്കാർ, പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ്. പല കരങ്ങൾ ഉയരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കരം ഉയർത്തി തന്നെ പിടിക്കുക. എന്നെ തൊട്ടവൾ നിങ്ങളെ തൊടാൻ പോകുകയാണ്. നിങ്ങളുടെ മിനിസ്ട്രിയുടെ യാത്ര തുടങ്ങാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ആദ്യം കൈ ഉയർത്തിയ എല്ലാവരെയും ഞാൻ കണ്ടു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കുറേ യൗവനക്കാരിവിടെ കൈ ഉയർത്തി, അവർ മാത്രം മുമ്പിലേക്കൊന്ന് വന്നാട്ടെ. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യൗവനക്കാർ
കൈ ഉയർത്തിയവരെല്ലാം മുമ്പിലേക്ക് വന്നാട്ടെ. നിങ്ങളാണ് ആദ്യം കൈ ഉയർത്തി പിടിച്ചത്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കമോൺ, കം ഫോർവേഡ് പ്ലീസ്. ആ പുറത്തു നിന്ന് കൈ ഉയർത്തിയവർ അകത്തേക്ക് കയറുക. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊന്ന് കൈ വെച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കം ഫോർവേഡ് പ്ലീസ്. സിസ്റ്റർ മുമ്പോട്ട് കയറി നിൽക്കാമോ? എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മുമ്പോട്ട് കയറി നിൽക്കാമോ? താങ്ക് യു ജീസസ്. ബ്രാക്കോസ് മിറ്റിക്ലായി ജസ്റ്റ് ബി കബൗഷസ് റിംതെ സറ്റോറിയസ് ലിബറബലബറബലബൗഷസ്. In the name of Jesus, Rashi Oh Rashin Hora la mama katala rabakash Aisleri ho Dhira la 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 rabako. ഞാനിവിടെ പ്രസംഗിച്ച് തീരുന്ന സമയത്തൊരു പഴയൊരു തമിഴ് വരി എൻ്റെ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ പൊങ്ങി വരും. ഇരവെല്ലാം പകലെല്ലാം ഇതയം ഉമക്കാക തുടിക്കുതയ്യ, എൻ നിனைவெல்லாம் പേച്ചെല്ലാം നേസരെ ഉമ്മൈ പറ്റി താനേനയ്യ. പഴയൊരു വരിയാണ്. എനിക്കത് ഫാദർ ബർഗമൻസിൻ്റെ വരിയാണ്. ഉന്നത ദേവനെ എൻ യേശു രാജനെ. പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ഓടി വന്നൊരു പഴയ വരി. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ചുമ്മാ തെക്കും വടക്കും നടന്ന് സമയം കളയുന്ന ഒരു തലമുറയല്ല പൊങ്ങാൻ പോകുന്നേ. ഇരവെല്ലാം പകലെല്ലാം. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അന്ന് കൈയെടുക്കും, ഞാൻ പാടിത്തരാം. പഴയ പാട്ടാണ്, ഇടയ്ക്ക് ഒന്ന് പാടണം. ഇരവെല്ലാം പകലെല്ലാം ഇതയം ഉമക്കാകത്തുടിക്കുതയ്യാ, എൻ നിனைவெல்லாம் പേച്ചെല്ലാം നേസരേ ഉമ്മൈ പറ്റിത്താനേ. എനിക്ക് ഋതം വേണ്ട, ഞാൻ പാടിക്കോളാം. ഇരവെല്ലാം പകലെല്ലാം. വരിയുടെ അർത്ഥം മനസ്സിലാക്കാൻ, അത് പാടാൻ വേണ്ടിയല്ല. ഇതയം ഉമക്കാകത്തുടിക്കുതയ്യാ, എൻ നിனைவெல்லாம் പേച്ചെല്ലാം നേസരേ ഉമ്മൈ പറ്റിത്താനേ നയ്യാ. അങ്ങനത്തെ ഒരു തലമുറ എഴുന്നേക്കാൻ പോവാ. ഇരവെല്ലാം പകലെല്ലാം ഇതയം ഉമക്കാകത്തുടിക്കുതയ്യാ, എൻ നിனைவெல்லாம் പേച്ചെല്ലാം നേസരേ ഉമ്മൈ പറ്റിത്താനേ നയ്യാ. ഉന്നത ദേവനേ എന്നേസുരാജനേ, ഉമ്മോട് ഇണൈന്തിട എന്നുള്ളം ഏകുതായി. കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്. ഇത്ര യൗവനക്കാരോട് വന്ന് നിൽപ്പുണ്ട്. ഇത്രയും പേരെ ദൈവം ഉപയോഗിച്ചാൽ അസാധാരണമായ ചലനം ഉണ്ടാവും. മകളെ വാതുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. റീബാനാക്കട്ടെ. ഇനി നിങ്ങളുടെ കാലം വരാൻ പോവാ. നിങ്ങളുടെ ടൈമായത്. നിങ്ങളുടെ ടൈം വരികയാണ്. നിങ്ങളുടെ ടൈം വരികയാണ്. നിങ്ങൾക്കൊരു അസാധാരണ നിയോഗം ദൈവം തരിക. എൻ്റെ 14-ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ട് 17-ാമത്തെ വയസ്സിൽ ബൈബിൾ സ്കൂളിലേക്ക് പോയി 19-ാമത്തെ വയസ്സിൽ അവൻ്റെ വേലയ്ക്ക് വേണ്ടി ഈ മണ്ണിൽ ചാടി ഇറങ്ങിയവനാ ഞാൻ. കഴിഞ്ഞ 30 വർഷം ഓടിയിട്ടും ഓട്ടം തീർന്നില്ല. ഓടും തോറും നീളം കൂടുന്ന, ദൂരം കൂടുന്ന ഒരു രാജ്യത്താണ് ഞാനും നിങ്ങളും പാർക്കുന്നത്. ഇവിടെ ഒരു കൊയ്ത്തിന് വേലക്കാരെ ദൈവം വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, കൊയ്ത്തിന് വേണ്ടി കൊയ്യാൻ യജമാനനോട് വേലക്കാർക്കായി അപേക്ഷിപ്പീൻ. ഇന്ന് രാത്രി ഇത്രയും പേര് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇവർക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, നീ ഇവരെ വിടിവിച്ചേ മതിയാകുള്ളൂ. തൻ്റെ മകൻ്റെ മേലൊരു നിയോഗം കിടക്കുക, നിന്റെ മേലൊരു നിയോഗം കിടക്കുക. നിന്റെ അകത്ത് വലിയൊരു ബേഡൻ ദൈവം തന്നിട്ടുണ്ട്. നിന്റെ കൈ കൊണ്ട് നീ ഒത്തിരി ദുരാത്മാക്കളെ ശാസിക്കാൻ പോകുകയാ. നീ രോഗികളെ സൗഖ്യമാക്കുക. നിന്റെ മേലുള്ളൊരു അഭിഷേകം തീയാണ്. പ്രാർത്ഥിച്ചിട്ടും കൊതി തീരാത്തൊരു അഭിഷേകം ദൈവം നിന്റെ മേൽ തരികയാ.
ഡബല ഹദര ഘടക ഭൗഷസിയാര. ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മകൻ്റെ മേലൊരു അഭിഷേകത്തിൻ്റെ തീയ, നിന്റെ മകൻ്റെ മേലൊരു അഭിഷേകത്തിൻ്റെ തീയ ഇന്ന് രാത്രി ഞാൻ പകരുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവിൻ്റെ ദാസന്മാർ 1-2 പേർ എൻ്റെ സുഭാഷ് പാസ്റ്റർ എൻ്റെ കൂടെ വന്നാട്ടെ. നമ്മൾ ഒന്നിച്ച് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഇൻ ദ നെയിം പ്രാർത്ഥിക്കുക. അവനൊരു വലിയ ആർമിയായിട്ട്, ഒരു സൈന്യമായിട്ട് ദൈവം അവനെ മാറ്റാൻ പോവാ. The power of the Holy Ghost. In the name of Jesus. ഞാൻ തൊടുകയാ കർത്താവേ, നിന്റെ മകടമേ ആത്മാവിന്റെ തീയ, നിന്റെ നിന്നതയും മാറ്റാൻ പോകുകയാ, നിന്റെ നിന്നതയും മാറ്റുകയാ. അസാധാരണമായ വിടുതൽ, അസാധാരണമായ ദൈവപ്രവൃത്തി. In the name of Jesus. നിന്റെ മേ ഒരു ജനറേഷൻ, ഒരു ദൈവപ്രവൃത്തി. ആത്മാവ് നിന്റെ മേൽ തരികയാണ്. പിശാചിന് നിന്നെ തൊടാൻ കഴിയില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിന്റെ മകനെ ഞാൻ ബ്ലസ് ചെയ്യുകയാ. അവൻ്റെ ഉള്ളിൽ ഒരു കോളുണ്ട് കർത്താവേ, ആ കോള് ഫുൾഫിൽ ചെയ്യട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നീ ഒത്തിരി യാത്ര ചെയ്യുന്നവനാകും, ഒത്തിരി ആത്മാക്കളെ നേടുന്നവനാകും. നിന്റെ മുമ്പിൽ രാജ്യങ്ങൾ വഴിമാറും. ആത്മാവ് നിനക്ക് വാക്ക് തരികയാ. നിന്റെ ജന്മത്തിലെ കർത്താവ് നിന്നെ വേർതിരിച്ചതാ മകനെ. കർത്താവിൻ്റെ കൃപയുടെ പുതപ്പ് നിന്റെ മേൽ ഇട്ടിട്ടുണ്ട്. നിന്റെ മകനെ ഞാൻ അനോയിന്റ് ചെയ്യുകയാ. ഫ്രം ടുഡേ ഐ വിൽ ബ്ലസ് യു. നിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിടെ അകത്തൊരു വിളിയുണ്ട് കർത്താവേ. ഒത്തിരി പ്രിയപ്പെട്ടവരെ പൊട്ടിച്ച് പുറത്തെടുക്കാൻ ഒരു ലീഡർഷിപ്പ്, യൂത്ത്സിനെ നേടുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഹോളി സ്പിരിറ്റ് നിന്റെ മേൽ തരികയാണ്. ഒത്തിരി പേർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുക, ഒത്തിരി പേർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുക്കുക. നീ ഒത്തിരി പേരെ നിന്നേക്കാൾ പ്രായമുള്ളവരെ ദൈവത്തിൻ്റെ ജ്ഞാനം പറഞ്ഞു കൊടുക്കത്തക്കവണ്ണം അവർക്ക് അമ്മയാക്കി. വഴി തകർന്നു പോകുന്ന ചിലതിന് വഴി കാണിച്ചു കൊടുക്കാനുള്ള നിയോഗം ഞാൻ നിന്നെ കാണുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ, പ്രത്യേക രാജ്യങ്ങളിൽ, പ്രത്യേക നാടുകളിൽ ദൈവമാവ് നിന്നെ കാണിക്കുകയാ. അറബി അംദൽ ഖമനി രഗതലയ പ്രൗശസിയാജ. നിന്റെ മുമ്പിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. നിന്റെ ശബ്ദം അങ്ങ് ദൂരെ, കടലുകൾക്കപ്പുറേ നിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുകയാ. മകളെ, ദർശനങ്ങളും വെളിപ്പാടുകളും ഞാൻ നിനക്ക് തരികയാ. സ്വപ്നങ്ങളിൽ കൂടി ഞാൻ നിന്നെ നയിക്കുകയാ. കൺഫ്യൂസ്ഡായി നീ നിൽക്കില്ല. ഒരു കൺഫർമേഷൻ കർത്താവ് നിനക്ക് തരികയാ. അനോയിന്റ് ചെയ്യുന്നു കർത്താവേ. നിന്റെ മകളെ ബ്ലസ് ചെയ്യുകയാ. മോളെ, നീ ഒരു അഭിഷേകം ചുമക്കാൻ പോവാ. നീ ഒരു അഭിഷേകം ചുമക്കാൻ പോവാ. ഉട്ടബല ഹതര ഘടക ശബ്ദരാധര. നീ ഭയം വേണ്ട, ഭയപ്പെടണ്ട. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട. ഞാൻ നിന്റെ ദൈവമാണെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് പ്രവചിക്കുകയാ. അറബി അംദൽ ഖമനി ഇപ്പോൾ തന്നെ ആത്മാവിൽ ഞാൻ ആ കെട്ട് അഴിക്കുകയാ. ഇവിടെ ഭവനത്തിൻ്റെ അകത്തൊരു വിടുതൽ കർത്താവ് തരികയാ. നിന്നെ കെട്ടിയ കുരുക്കുകൾ അഴിച്ചു മാറ്റി ഇന്ന് നീ വിടുവിക്കപ്പെടുകയാണ്. ഇന്ന് നീ വിടുവിക്കപ്പെടുകയാ. നിന്റെ ആരോഗ്യത്തെ തിന്നുകളയാ. പിശാച് ശ്രമിക്കുന്ന മുഴുവൻ യുദ്ധങ്ങളെയും ഇന്ന് രാത്രി ഞാൻ ജയിക്കുകയാ. In the name of Jesus. യേശുവിന്റെ നാമത്താൽ ഒരു ജയം 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 കൽപ്പിക്കുന്നു. Name of the Lord. Thank you Holy Spirit of God. ഈ യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോർഡ്, മാളിക മുറിയിൽ നിന്ന് അപ്പോസ്തലന്മാർ ഇറങ്ങി വേലയ്ക്ക് വേണ്ടി പോയതുപോലെ ഈ ചർച്ചിൻ്റെ അകത്തുനിന്നൊരു സൈന്യം ഇറങ്ങി പുറപ്പെടട്ടെ. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. ഞാൻ അവരുടെ മേൽ ഈ അഭിഷേകത്തെ പകരുകയാ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ചേർന്ന് പറഞ്ഞേ ആമേൻ. യൗവനക്കാരെ, നിങ്ങളെപ്പോലെ ചെറിയ പ്രായത്തിൽ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ച ഒരാളാണ് ഞാൻ. ഒരു കാരണവശാലും ഇങ്ങനെയായി മാറാൻ സാധ്യതയില്ലാത്തൊരു സമയം. പക്ഷേ ആ സമർപ്പണം കർത്താവ് കണ്ടു. നിങ്ങളിൽ പലരും കർത്താവ് യൂസ് ചെയ്യാൻ പോകുക. ഞാനൊരു ഒരു ബുക്ക് നിങ്ങൾക്ക് തരാം. എൻ്റെ 30 വർഷത്തെ അനുഭവങ്ങളുള്ള പൗലൂസിൻ്റെ ജീവിതത്തിൻ്റെ രക്തസാക്ഷിത്വം പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ അനുഭവങ്ങളിൽ ചിലതൊക്കെയുള്ള റോമിലിടുന്ന ചില പൗലൂസിൻ്റെ അന്ത്യം അറിയാൻ റോമിൽ യാത്ര ചെയ്തിരുന്നു. അവിടെ വെച്ച് എഴുതി കുറിച്ച ഒരു ബുക്കാണ് ചങ്ങല ധരിച്ച സ്ഥാനാപതി. ഇതൊരു മിഷണറി ചലഞ്ച് ബുക്കാണ്.
ഇത് 30 വർഷത്തെ കഷ്ടപ്പാടിൻ്റെ ബാക്കിയാണ്. ഇതെൻ്റെ 2ാമത്തെ ബുക്കാണ്. 3ാമത്തെ ബുക്ക് എഴുതി തീർന്നുകൊണ്ടിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തിയെക്കുറിച്ചുള്ള വലിയ ബുക്ക്. ഇത് ചെറിയ ബുക്കാണ്. ഇതിൻ്റെ വില 180, 180. ഇതിൻ്റെ പൈസ എനിക്കുള്ളതല്ല, ഉത്തരേന്ത്യൻ വേലയ്ക്കാണ്. ആരെങ്കിലും ഉത്തരേന്ത്യൻ വേലയെ സ്നേഹിക്കുന്നെങ്കിൽ ഒരു പീസ് നിങ്ങൾ വാങ്ങുക. ഞാനിവിടെ രവി പാസ്റ്ററിൻ്റെ കയ്യിൽ ബുക്ക് കൊടുത്തേക്കാം. പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുക. പിന്നീട് നിങ്ങൾ രവി പാസ്റ്ററിൻ്റെ കയ്യിൽ പൈസ കൊടുത്താൽ മതി. ഇത് ഉത്തരേന്ത്യക്ക് വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കുടുംബമായിട്ട് മഹാരാഷ്ട്രയിൽ താമസിച്ച സമയത്ത് 5 വർഷത്തെ എൻ്റെ അനുഭവങ്ങൾ ഒത്തിരി ഇതിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ണുനീരിൽ കുതിർന്നൊരു ബുക്കാണ്. മിഷൻ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രതി കയ്യിൽ വെക്കുന്നത് നല്ലതാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിച്ച പാസ്റ്റർജിയോട് പ്രത്യേകം സ്നേഹം അറിയിക്കുന്നതിന് താങ്ക് യു. മേ ഗോഡ് ബ്ലെസ് യു.